ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പ്രഭാത മഞ്ജരിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഗീതാ പഠനം 3-ാം അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗീതയുടെ 3-ാം അധ്യായമല്ല, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ 3-ാം അധ്യായമാണ്. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറിയിട്ട് ഗുരുവായൂർ മഞ്ജരീസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള ഫോളോ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ദിവസേന രാത്രി 8:30 മണിക്ക് നടക്കുന്ന കൃഷ്ണയാമം, മഹാഭാരതത്തെയും മറ്റ് ആധികാരിക ഗ്രന്ഥങ്ങളെയും കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഒപ്പം തന്നെ ദിവസേന രാവിലെ 7:30 മണിക്കുള്ള പ്രഭാത മഞ്ജരി ലഭിക്കാനും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ലൈവ് ക്ലാസ് പോകുന്നത്. നേരെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ കയറുക, ഗുരുവായൂർ മഞ്ജരീസ് എന്ന് ടൈപ്പ് ചെയ്യുക, നമ്മുടെ പേജ് എടുക്കുക, താഴെ ഫോളോ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതേ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലും ലഭ്യമാണ്. പക്ഷേ യൂട്യൂബിൽ ഉടനെ അപ്ഡേഷൻ വരില്ല, കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഫേസ്ബുക്ക് ആയിരിക്കും ലൈവ് കാണാൻ കുറച്ചും കൂടെ ബെസ്റ്റ് ആയിരിക്കുന്നത്. പിന്നെ യൂട്യൂബിൽ നമ്മൾ ലൈവ് വരാറില്ല, റെക്കോർഡിംഗ് വീഡിയോസാണ് വരുന്നത്. പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് ഗുരുവായൂർ മഞ്ജരീസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ പേജ് വരുമ്പം താഴെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുരുവായൂർ മഞ്ജരീസിന് ഇൻസ്റ്റയിലും ഒരു അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ പോകുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. 93 42 49 49 41 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസ് ഒരു ടെമ്പിൾ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഗുരുവായൂർ മഞ്ജരീസിൽ ലഭ്യമാണ്. എല്ലാ പുസ്തകങ്ങൾ മുതൽ എല്ലാ സാധനങ്ങളും ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ലഭിക്കും. ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസിലൂടെ എല്ലാ ഞായറാഴ്ചയും കുട്ടികൾക്ക് ഗുരുകുലം ക്ലാസ് പോകുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലും ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ അതിൻ്റെ ഓത്തറൈസ്ഡ് ടീച്ചേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കുടുംബ കൂട്ടായ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂർ മഞ്ജരീസ് പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹരേ കൃഷ്ണ. ചേച്ചി പനിയൊക്കെ മാറി ഹെൽത്തി ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളെ പ്രാർത്ഥന കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ഫ്രഷപ്പായിട്ടാണല്ലോ ഇരിക്കുന്നത്. വേറെ ടെൻഷൻസ്, പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ. ഗുരുവായൂർ മഞ്ജരീസ് കുടുംബ കൂട്ടായ്മയിൽ എല്ലാവരും ഹാപ്പി ആണല്ലോ. നമ്മളിന്ന് പ്രഭാത മഞ്ജരി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം പ്രഭാത മഞ്ജരിയിൽ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് എന്താണ്? ഗീതയാണ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും ഗീതയിൽ ഗീതയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ കുറേ ഈ ഒരു ശ്ലോകങ്ങളൊക്കെ പഠിച്ച് ശ്ലോകങ്ങളെക്കുറിച്ചൊന്നും അർത്ഥങ്ങൾ മനസ്സിലാക്കി വെച്ച് അത് ബൈഹാർട്ട് പറഞ്ഞ് 10 പേരുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോഴേക്കും ഒരു ശ്ലോകം പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം, ഇതിനെ ഒരിക്കലും ഭക്തി എന്ന് പറയില്ല. ഭക്തി എന്നാൽ ഹൃദയം കൊണ്ടായിരിക്കണം. കുറേ ചന്ദനമൊക്കെ വാരിത്തേച്ച് വലിയ 2-3 മാലകളൊക്കെ അണിഞ്ഞ് കാവ്യ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ്, അല്ലെങ്കിൽ ഇനി ഞാൻ വേറെ കളർ ഡ്രസ്സുകളൊന്നും ഇടില്ല, ഞാൻ കാവിയും വൈറ്റും ഒക്കെ തന്നെ ഇടൂ, ഇതൊന്നും ഭക്തിയല്ല. നമ്മളിങ്ങനെ പുറമേ കാണിക്കുന്ന വസ്ത്രങ്ങളിൽ ഓക്കെ ചേച്ചി, പുറമേ കാണിക്കുന്ന വസ്ത്രങ്ങളുടെ സിമ്പിൾസ് വെച്ചുകൊണ്ടല്ല ഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ്, അല്ലേ? നമ്മുടെ അമിതമായിട്ടുള്ള ഭക്ഷണത്തോടുള്ള ആസക്തി, രുചി, അല്ലെങ്കിൽ മനസ്സിലുണ്ടാവുന്ന അമിതമായ ആഗ്രഹങ്ങൾ, ശരീരസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന പല പല മാർഗങ്ങൾ, ഇതിനെയൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് വേണം ഒരു മനുഷ്യൻ മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കുറേ വാരിക്ക് ഊരി അണിഞ്ഞ് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇനി ചെരുപ്പ് ധരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ മെതിയടിയെ ധരിക്കൂ. ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ ജീവിക്കുന്നത് 2023-ലാണ്. ഒരു 25-30 കൊല്ലം മുമ്പേ വരുന്ന അസുഖങ്ങളല്ല ഇന്ന് വരുന്നത്. പല പല രോഗങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ ബാധിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് വേണ്ടുന്നതായിരിക്കുന്ന
പ്രതിരോധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതും നമ്മളാണ്. അതിനനുസരിച്ചുള്ള നല്ല വെജിറ്റബിൾ ഫുഡ്, വെള്ളം, വ്യായാമം, ഉറക്കം, ഇതൊക്കെ നമുക്ക് വളരെ അനിവാര്യമാണ്. ഓക്കെ, അപ്പം അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. അല്ലാതെ നമ്മൾ വേറെ ഒരു ലൈഫിൽ പോകുന്നതിനോട് എന്തോ എനിക്ക് വലിയ താല്പര്യമില്ല. ഹരേ കൃഷ്ണ. കാരണം ഭഗവാൻ പറയുന്നുണ്ട്, വിവേക ബുദ്ധിയോടുകൂടി വേണം ജീവിക്കാൻ, വൈകാരികമായിട്ടല്ല ജീവിക്കേണ്ടതെന്ന്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഗീത പഠിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അർജുനൻ ഭഗവാനെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒരു നല്ല സുഹൃത്തിനോട് പറയും. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചേച്ചിയോട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ വിളിച്ചു പറയും. ഇല്ല, വരില്ല, അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കൃത്യമായിട്ട് വിളിച്ചു പറയും, ചേച്ചി ഇതാണ് ഇങ്ങനെയാണ്. അതെന്തൊരു പ്രതിസന്ധി ഘട്ടമാണെങ്കിലും ഒരു പേഴ്സണൽ കാര്യമാണെങ്കിലും ഒക്കെ. കാരണം എന്താണ്, നമുക്കൊരു നല്ല ഉപദേശം തരാൻ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, എൻ്റെ പ്രൊഫഷനിൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, ഇതൊക്കെ പറയാൻ ഒരു നല്ല സുഹൃത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമായൊരു കാര്യമാണ്, അല്ലേ? അപ്പം ആ അനുഗ്രഹമായ കാര്യം പറയാൻ എപ്പോഴും ജീവിതത്തിൽ അനേകായിരം സുഹൃത്തുക്കളെയല്ല നമ്മൾ സമ്പാദിക്കേണ്ടത്, ഒരു നല്ല സുഹൃത്തിനെ സമ്പാദിക്കുക. ആ സുഹൃത്ത് നമ്മളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ പഠിക്കുക. ആ സുഹൃത്തിനെ ഒരിക്കലും ശത്രുവായി കാണാതിരിക്കുക. മനസ്സിലായില്ലേ? നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാവാം, നമ്മളെക്കാൾ പ്രായം കൂടിയവരാവാം. അങ്ങനെയാണ് നമ്മൾ സൗഹൃദങ്ങൾ സൂക്ഷിക്കേണ്ടത്. ആ ഒരു രീതിയിലാണ് നമ്മുടെ അർജുനൻ കൃഷ്ണനെ ഒരു നല്ല സ്നേഹിതനായി കാണുന്നത്. ആ സ്നേഹബന്ധത്തിൽ ഭഗവാൻ അർജുനന് കൊടുക്കുന്നത് എന്താണ്? അതീന്ദ്രിയ രഹസ്യമായ ഗീതയാണ്. ആ ഗീത തലമുറകളോളം കൈമാറ്റം ചെയ്യണമെന്നും കൂടെ ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഭക്തനാവാൻ കഴിയൂ. അല്ലാതെ പുറമേ കാണുന്ന രീതിയിലുള്ള കുറേ പ്രഹസനങ്ങളിലൂടെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി, അല്ലെങ്കിൽ നമ്മൾ കുറേ കാഷായ വസ്ത്രവും വൈറ്റ് വസ്ത്രവും മഞ്ഞ വസ്ത്രവും ധരിച്ച് കുറേ ആഭരണങ്ങളൊക്കെ മാറ്റി, എന്താ പറയുക, ഋഷി യോഗി വര്യന്മാരെ പോലെയുള്ള സാധനങ്ങളൊക്കെ അണിഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ യോഗത്തിലേ ഇരിക്കൂ, ധ്യാനത്തിലേ ഇരിക്കൂ, അതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. അങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ട കാര്യമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് ജീവിക്കുക, ലളിതമായ ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ഈശ്വരനെ അറിയേണ്ടത് ഹൃദയം കൊണ്ടാണ്. അങ്ങനെ അറിയുന്ന ഒരു ഭക്തന് ഭഗവാന് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ എന്ന് പറയുന്നത് വലിയ സംഭവബഹുലമാണ്, നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമാണ്. പക്ഷേ ഒരു നല്ല ഭക്തന്റെ മുമ്പിൽ ഭഗവാൻ ഏത് രൂപത്തിലും വരും. എങ്ങനെയാണ് കൂറൂരമ്മയുടെ മുമ്പിൽ കുട്ടിയായി, ഒരു ഉണ്ണിയായി പൂക്കൾ പറിച്ചുകൊണ്ടും കൂറൂരമ്മയുടെ കുട്ടികളില്ലാതിരുന്ന ആ അമ്മയെ മനസ്സിന് കുട്ടിത്തം കൊണ്ട് സന്തോഷാധിക്യങ്ങൾ കൊടുത്തുകൊണ്ടും കണ്ണൻ വിളയാടിക്കൊണ്ടിരുന്നത്? എങ്ങനെയാണ് പൂന്താനം തിരുമേനിയുടെ മുമ്പിൽ യോദ്ധാവായിക്കൊണ്ട് മങ്ങാട്ടച്ഛനായി എത്തിയത്? എങ്ങനെയാണ് മേൽപ്പത്തൂരിൻ്റെ മുൻപിൽ ഭഗവാൻ ഒരു നല്ല ഗുരുവായി എത്തിയത്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഏത് രീതിയിൽ ഭഗവാനോട് അടുക്കുന്നുവോ ആ രീതിയിൽ ഭഗവാൻ നമുക്ക് ഉത്തരമരുളും. അതിങ്ങനെയാണ്. എങ്ങനെയാണ് കുചേലന്റെ മുമ്പിൽ നല്ലൊരു കൂട്ടുകാരനായി മാറിയത്? എങ്ങനെയാണ് ശ്രീമതി രാധാറാണിയുടെ മുമ്പിൽ ഭഗവാൻ ഒരു നല്ല കാമുകനായി മാറിയത്? ഭഗവാൻ അലങ്കരിക്കാത്ത പദവികളൊന്നുമില്ല. പക്ഷേ നമ്മളാണ് ആ വഴി വെച്ചു കൊടുക്കേണ്ടത് ഭഗവാന്. നമ്മളിലേക്ക് ഭഗവാൻ ഏത് രീതിയിൽ അടുക്കണം എന്നുള്ള ഒരു വഴി, അതിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. അല്ലാതെ കുറേ ശ്ലോകങ്ങൾ വാതോരാതെ വിളിച്ചു പറഞ്ഞ് അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞ് സംസ്കൃതം അറിയാത്തവന് മുമ്പിൽ സംസ്കൃതത്തിൻ്റെ പാണ്ഡിത്യം കാണിക്കാനുള്ളതല്ല ഒരു മഹത് ഗ്രന്ഥങ്ങളും. അത് നമ്മൾ മനസ്സിലാക്കണം. തിരിച്ച് നമ്മളൊരു ഭാഷ പറയുമ്പോൾ തിരിച്ച് അതേ ഭാഷയിൽ ഉത്തരം പറയാൻ കഴിവുള്ളവനോടെ നമ്മൾ ആ ഭാഷ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രഹസനമെന്ന്. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. ഓക്കെ? അപ്പോൾ ഗീത പഠിക്കുന്ന ഒരു വ്യക്തി ഭഗവത്ഗീതയെ സ്വീകരിക്കേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പഠിക്കുന്ന വ്യക്തി
ഗീത പഠിക്കുന്ന ഒരു വ്യക്തി ഗീത പഠിച്ചു കഴിഞ്ഞാൽ, ഗീത ഒരിക്കലും പഠിച്ചു കഴിയില്ല, പക്ഷേ അതിലുള്ള കാല് ചുരുക്കി വെക്കൂ ബിന്ദുമ്മ, ഇവിടെ ഭഗവാൻ ഇരിക്കല്ലേ, ഭഗവാന്റെ മുമ്പിൽ കാല് നീട്ടി വെച്ചിരിക്കരുത്, മനസ്സിലായില്ലേ? ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഗീത പഠിക്കുന്ന ഒരു വ്യക്തി കുറച്ച് ശ്ലോകങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഞാൻ ഭഗവാന് തുല്യനാണ് എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ മായ കടത്തും. എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എന്നോളം അറിവ് മറ്റൊരാൾക്കില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ 100 പേരെങ്കിലും ഇരിക്കുന്നുണ്ട്. ഈ ഒരു ചിന്ത അവനെ സ്വയം ഈശ്വരനാണ് എന്ന ഭാവത്തിലേക്ക് കൊണ്ടുപോകും. ഹരേ കൃഷ്ണൻ രാമനാരായണൻ പ്രഭു. ഞാൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു തിരുമേനിയാണ്, ഒരു ഗുരുവാണ്, അതിലുപരി അദ്ദേഹം ഒരു എന്താ പറയുക കലാകാരനാണ്. ഗോതമ്പ് കൊണ്ട്, അരി കൊണ്ട്, കയ്യിൽ കിട്ടുന്ന എന്ത് വസ്തുക്കൾ കൊണ്ടും കൃഷ്ണന്റെ രൂപങ്ങൾ സൃഷ്ടിക്കും. അപ്പം അങ്ങനെയുള്ള ഭഗവാന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ എന്നും നമസ്കരിക്കണം. അദ്ദേഹം ഒരു തികഞ്ഞ ബ്രാഹ്മണനാണ്. ഭഗവാൻ ഗീതയിലും മഹാഭാരതത്തിലും പറയുന്നു ബ്രാഹ്മണ നിന്ദ ചെയ്യരുത് എന്ന്. അതുകൊണ്ട് ആ ബ്രാഹ്മൺസിൻ്റെ മുമ്പിൽ നമ്മൾ എന്നും നമസ്കരിക്കണം. ഹരേ കൃഷ്ണ. ഭക്തൻ എന്നും എളിമയുള്ളൊരു വ്യക്തിയായിരിക്കണം. എത്രത്തോളം എളിമയിലേക്ക് വരുന്നു അത്രത്തോളം ഭക്തിയിൽ നമ്മൾ ഉയരും. ഒരിക്കലും നമ്മൾ എന്താ ചെയ്യുന്നത്, അഹങ്കരിക്കരുത്. ഒരു കാര്യത്തിലും നമ്മളെക്കാൾ ഏറ്റവും താഴ്ന്ന ഒരു വ്യക്തിയാണെങ്കിലും അവരെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം, അവരെ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം. നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ചോദ്യങ്ങൾക്ക് കൃത്യമായ, ലളിതമായിരിക്കുന്ന, സ്നേഹമായിരിക്കുന്ന വാക്കുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, മറുപടി കൊടുക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്നേക്കാൾ ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിന്ദിക്കരുത്. ഒരു സമയം നമ്മളുടെ മുമ്പിൽ വന്ന് പെടുന്നത് ഭഗവാനെ അറിയാത്തൊരു വ്യക്തിയാവാം. അത് അവൻ്റെ കുറവല്ല, സാഹചര്യമാണ്. ആ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ അറിയാത്തൊരു വ്യക്തി എന്ത് തന്നെ നമ്മളോട് സംസാരിക്കുമ്പോഴും ഭഗവാനെ അറിയാൻ നമ്മൾക്കൊരു കാരുണ്യം ലഭിച്ചതുകൊണ്ട് ആ കാരുണ്യം മുതലെടുത്ത് നമ്മൾ പെരുമാറേണ്ട രീതിയെ രജോ തമോ ഗുണങ്ങളിലേക്ക് നമ്മൾ തള്ളിവിടരുത്, സാത്വിക ഗുണത്തിലേക്ക് തള്ളിവിടണം. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ആ ജീവിത കാലഘട്ടങ്ങളിലെല്ലാം കാണിച്ചൊരു കാര്യമുണ്ട്, ക്ഷമ. ഭഗവാൻ അറിയാം ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഭഗവാനെ കൃത്യമായി അറിഞ്ഞുകൂടാ എന്ന്. അതുകൊണ്ട് തന്നെ അറിയാത്ത വ്യക്തികൾക്കെല്ലാം അദ്ദേഹം മോക്ഷം നൽകിയൊരു മഹത് വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ പിന്തുടരുന്ന നമ്മളും അതേ രീതിയിലായിരിക്കണം. ഒരിക്കലും ഗീതയും മഹാഭാരതവും ഭാഗവതവും ഒക്കെ മനസ്സിലാക്കി എന്നോർത്തിട്ട് സ്വയം ഈശ്വരനായി മാറരുത്. നമ്മളൊരു തൃണത്തേക്കാൾ താഴെയാണ്. തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്, പുല്ലിനേക്കാൾ താഴെയാണ് അല്ലേ? സ്വയം ഞാൻ എന്തോ ആയിക്കഴിഞ്ഞു എന്ന ഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ തീർത്തും താഴേക്ക് പതിക്കും. നമ്മൾ എവിടെയും എത്തിയിട്ടില്ല, ആ ബോധമാണ് നമ്മളിൽ വേണ്ടത്. ആ ബോധത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വ്യക്തികൾ കുറച്ച് ഗീതയും ഭാഗവതവും ഒക്കെ പഠിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ വലിയ സംഭവ ബഹുലമായൊരു മഹത് വ്യക്തിത്വമാണ്, എന്നെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം, എന്നെ കാണണമെങ്കിൽ വെയിറ്റ് ചെയ്യണം, എന്നെ കാണണമെങ്കിൽ എൻ്റെ അസിസ്റ്റൻസിനോട് അപ്പോയിൻമെൻറ്റ് വാങ്ങണം. എന്തിനാ ഇത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ? നിങ്ങളുടെയും എൻ്റെയും ശരീരത്തിൽ ഓടുന്നത് ചുവപ്പ് നിറമുള്ള ഒരേ രക്തമല്ലേ? നിങ്ങളും ഞാനും മരിച്ചാൽ 6 അടി മണ്ണിലല്ലേ കൊണ്ടുപോയി ഇടുന്നത്? നിങ്ങളും ഞാനും ശ്വസിക്കുന്നത് ഒരേ ജീവവായുവല്ലേ? നിങ്ങളും ഞാനും കുടിക്കുന്നത് ഒരേ വെള്ളമല്ലേ? നിങ്ങളും ഞാനും ആരാധിക്കുന്നത് ഒരേ കൃഷ്ണനെയല്ലേ? എന്ത് വ്യത്യാസമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കുള്ളത്? ഒന്നുമില്ല. എത്രത്തോളം എളിമയിൽ ജീവിക്കാൻ സാധിക്കുമോ, എത്രത്തോളം ഈശ്വരനെ മുറുകെ പിടിക്കാൻ സാധിക്കുമോ, എത്രത്തോളം ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമോ, എത്രത്തോളം സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിക്കുമോ അത്രത്തോളം കൃഷ്ണൻ സമീപസ്ഥനാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. പിന്നെ എന്ത് പറയുന്നു? കൃഷ്ണനെ സാധാരണ വ്യക്തിയായോ ഒരു മഹാനായ വ്യക്തിയായോ പോലും കാണരുത്. എന്താ പറയുന്നത്? കൃഷ്ണൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു ഓടക്കുഴലും വിളിച്ചിരിക്കുമ്പോൾ പല വ്യക്തികളും കൃഷ്ണനെ കാണുന്നത് എന്താ പറയാ, ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് പേജിലൂടെ പോകുമ്പോൾ, ഞാൻ നിന്നോട് പിണങ്ങുന്നു, ഞാൻ ഇങ്ങനെയാവുന്നു, കൃഷ്ണ ഞാൻ അങ്ങനെയാണ്, ഞാൻ കൂറൂരമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ
മങ്ങാട്ടച്ഛനാണ്, ഞാൻ പൂന്താനം തിരുമേനിയാണ്, ഞാൻ വലിയ ആചാര്യനാണ്, ഞാൻ വിളിച്ചാൽ കൃഷ്ണനെ ഉടനെ ഓടിയെത്തും. ഈ വക പ്രഹസനങ്ങളൊന്നും വേണ്ട. നമ്മൾ എന്നും അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ തലകുനിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ജീവസൃഷ്ടികളിൽ ഏറ്റവും ഇളയ വ്യക്തിത്വമായി നിലകൊള്ളുക. എല്ലാ സൃഷ്ടികൾക്കും പാദസേവ ചെയ്യുന്ന ഏറ്റവും ഇളയ സൃഷ്ടിയാണ് നമ്മൾ. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഈ രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും കൃഷ്ണനെ ഒരു സാധാരണ വ്യക്തിയായി കണ്ടുകൊണ്ട് ആ രീതിയിൽ നമ്മൾ പോകരുത്. നമ്മുടെ ഭക്തി പല രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ ഒരിക്കലും ആ ഭക്തിയിൽ ഭഗവാനെ ഏറ്റവും ഒരു ലളിതമായ ഒരു വ്യക്തിയായി കാണരുത്. അദ്ദേഹം സർവബ്രഹ്മാണ്ഡങ്ങൾക്കും അധിപനാണ്. എന്നാൽ അദ്ദേഹം വലിയ മഹാനായ വ്യക്തിയായിട്ടും നമ്മൾ കാണരുത്. അതിനും മുകളിലാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊരു ലിമിറ്റില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അദ്ദേഹത്തിനൊരു ലിമിറ്റില്ല. നമ്മളുടെ ചിന്തകൾക്കും നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് അദ്ദേഹം. പക്ഷെ നമ്മളുടെ വെളിപ്പുറത്ത് അദ്ദേഹം എത്തുന്നുണ്ട്. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിയാണ് അദ്ദേഹം നോക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന മറ്റൊന്നും അദ്ദേഹം നോക്കുന്നില്ല. അതൊന്നും അദ്ദേഹത്തിന് വേണ്ട. പിന്നെന്താ പറയുന്നത് ഗീതയില്? ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായിരിക്കുന്ന, ദിവ്യമായിരിക്കുന്ന, എല്ലാത്തിനും മുകളിൽ ഇരിക്കുന്ന വ്യക്തിയാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെ നമ്മൾ ആ രീതിയിലാണ് കാണേണ്ടത്. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ പ്രസ്താവനകളെ, അർജുനന്റെ പ്രസ്താവനകളെയോ അനുസരിച്ച് ഒരു ഭഗവത്ഗീത പഠിതാവ് കൃഷ്ണനെ താത്വികമായെങ്കിലും പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിച്ചേ മതിയാവും. എന്താ പറയുന്നത്? ഭഗവത്ഗീതയിലെ പ്രസ്താവനകളെ, ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തന്നിരിക്കുന്ന വാക്കുകളെയോ, ആ വാക്കുകളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന വാക്കുകളെയോ അർജുനൻ പറഞ്ഞു തന്നിരിക്കുന്ന വാക്കുകളെയോ അനുസരിച്ച് നമ്മൾ പഠിച്ചു പോകുമ്പോൾ, ആ രണ്ട് വാക്കുകൾ അനുസരിച്ച് നമ്മൾ ഗീത പഠിച്ചു പോകുമ്പോൾ പഠിക്കുന്ന വ്യക്തി കൃഷ്ണനെ പരമ ദിവ്യോത്തമ പുരുഷനായി അംഗീകരിച്ചേ മതിയാവും. ഏറ്റവും പരമമായി നിൽക്കുന്നത് അദ്ദേഹമാണ് എന്ന സത്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? വേറൊരു തലത്തിലൂടെ ഭഗവാനെ കാണരുത്. ആ പരമ ദിവ്യോത്തമ പുരുഷനായി ഭഗവാനെ കാണുമ്പോൾ തികഞ്ഞ സാത്വികമായിരിക്കുന്ന ഭക്തിയാണ് നമ്മൾ ഭഗവാന് കൊടുക്കേണ്ടത്. ഭഗവാന് കൊടുത്താൽ മാത്രം പോരാ, ആ ഭക്തിയിൽ നമ്മൾ നമ്മുടെ സ്വഭാവങ്ങൾ കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ഉറച്ചു നിൽക്കണം. എങ്കിലേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അതിനർത്ഥമില്ല. ആ വിധേയ മനോഭാവത്തോടുകൂടി, അതായത് നമ്മൾ വിധേയപ്പെടണം. ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും ഭഗവാന്റെ സർവചരാചര സൃഷ്ടികൾക്കും നമ്മൾ വിധേയപ്പെടണം. ഞാനെന്ന ഭാവം എടുത്ത് വേസ്റ്റ് കൊട്ടയിലിടണം. അങ്ങനെ വിധേയ മനോഭാവത്തോടുകൂടി ഗീത പഠിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഗീത മനസ്സിലാവും. ഇപ്പോൾ ലാസ്റ്റ് 2 ക്ലാസ്സിൽ ഞാൻ ഗീത എടുത്തപ്പം എനിക്ക് ഒരുപാട് കമൻസ് വന്നു. മാതാജി, ഞങ്ങൾ ഇങ്ങനെ ഗീത പഠിച്ചിട്ടില്ല, വളരെ എളുപ്പം ഗീത മനസ്സിലാക്കാൻ സാധിച്ചു, ഗീതയ്ക്ക് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇതാരുടെ കഴിവാണ്? എൻ്റെ കഴിവല്ല. ഞാൻ ഈ കാര്യത്തിൽ ഒരു 0 ബാലൻസ് ആണ്. ഭഗവാനെ നിങ്ങൾ കണ്ട രീതിയുടെ കഴിവിലാണ് അത് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പം അവിടെ നിങ്ങളും ഭഗവാനും തമ്മിലൊരു കണക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ഭഗവാനെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വിധേയപ്പെട്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. അതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ വന്നു, ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അതേപോലെ പറഞ്ഞു. ഈ പുസ്തകം ആരെടുത്താലും ഇതിൽ ഒരേ കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് വ്യത്യാസമുള്ളത്. അത് മനസ്സിലാക്കിയ രീതി നിങ്ങൾക്ക് വ്യക്തമായി. അതിൻ്റെ കാരണം നിങ്ങളും ഭഗവാനുമായിട്ടുള്ള കണക്ഷനാണ്, നിങ്ങളുടെ വിധേയ മനോഭാവമാണ്. ആ മനോഭാവത്തിലൂടെ ചിന്തിച്ചപ്പോഴാണ് നിങ്ങൾക്ക് കൃഷ്ണനുമായി കണക്ഷൻ കിട്ടിയത്. അല്ലാതെ ഗുരുവായൂർ മഞ്ജരീസിലൂടെ ക്ലാസ് എടുക്കുന്ന അമ്പിളി മാതാജിയുടെ വലിപ്പമല്ല അത്.
അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചു മുമ്പേ പറഞ്ഞു, ഗീതയും ഭാഗവതവും ഒക്കെ പഠിക്കുന്ന വ്യക്തി സ്വയം ഈശ്വരനാണെന്ന് ചിന്തിക്കരുത് എന്ന്. കാരണം എന്താ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മാതാജിയുടെ ക്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി മാതാജി ക്ലാസ് എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാനൊരു വലിയ സംഭവമായതുകൊണ്ടാണ് ഇവരൊക്കെ എൻ്റെ ക്ലാസ് മനസ്സിലാക്കുന്നത് എന്ന് ചിന്തിക്കരുത്. ബിന്ദുമ്മയോട് പോകാനല്ല പറഞ്ഞത്, ക്ലാസ് കേട്ടിരിക്കൂ, ഡോർ അടച്ചു വെക്കാനാണ് പറഞ്ഞത്. കാരണം എന്താ അറിയോ, പുറത്ത് വേസ്റ്റ് എടുക്കുന്ന വണ്ടി വരുമ്പോൾ സൗണ്ട് കേൾക്കും. ഗീതയല്ലേ നമ്മൾ പറയുന്നത്, അത് കേൾക്കൂ. അപ്പോൾ എന്താ വേണ്ടത്, നമ്മൾ ഒരിക്കലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കരുത് ഞാനെന്തോ വലിയ സംഭവമായി കഴിഞ്ഞു, എനിക്കെന്തോ വലിയ അറിവുണ്ട്, എൻ്റെ ക്ലാസ് കേൾക്കാൻ നിരവധി ജനങ്ങൾ കാത്തിരിക്കുന്നു, നിരവധി ആളുകൾ എന്നെ ബഹുമാനിക്കുന്നു, എനിക്ക് മെസ്സേജ് ഇടുന്നു, അതുകൊണ്ട് ഞാൻ സംഭവ ബഹുലമായി എന്ന ചിന്ത മായ നമ്മളിൽ വളർത്തും. അവിടെയാണ് ഭഗവത്ഗീതയും ഭാഗവതവും അറിയുന്ന വ്യക്തിത്വങ്ങൾ ഈശ്വരനായി മാറുന്നത്. ഒരിക്കലും പാടില്ല. നമ്മൾ മറ്റൊരർത്ഥത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ്? ഇത് എൻ്റെ കഴിവല്ല, ഇത് ഈ ഇരിക്കുന്ന വ്യക്തി എന്താ പറയുന്നത്, നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വെച്ചപ്പോൾ നിങ്ങളുടെ ഹൃദയം ഭഗവാനിലേക്ക് അടുത്തു, അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങളുടെ ഹൃദയം ഭഗവാനിലേക്ക് അടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവില്ല. ഞാനെന്നല്ല ആര് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് നിൽക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ ഒരു ആത്മസമർപ്പണം ഭഗവാന് നൽകി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭഗവാനുമായി അടുക്കേണ്ടത്. അല്ലാതെ ഞാൻ അവിടെ വലിയ സംഭവമായെന്ന് ഞാൻ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ കുത്തനെ താഴേക്കാണ് വീഴുന്നത്. ഇനി പറയാൻ എനിക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? നിരവധി ഭക്തരുടെ കാരുണ്യമാണ്, അല്ലെ? നിങ്ങളുടെ കാരുണ്യം. ഇപ്പൊ ഞാൻ എത്ര കഴിവുള്ളൊരു വ്യക്തിയാണെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എൻ്റെ ക്ലാസ് കേൾക്കാൻ ആര് വരും? ആരും വരില്ല. അവിടെ നിങ്ങളുടെ കാരുണ്യം എനിക്ക് ലഭിച്ചപ്പോഴാണ് എനിക്ക് പറയാൻ കിട്ടിയിരിക്കുന്നത്. ഭക്തരുടെ കാരുണ്യത്തിൽ മാത്രമേ നമുക്ക് ഭഗവാനോട് അടുക്കാൻ പറ്റൂ, അല്ലെ? അപ്പോ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ആരാണ്? ഉയർന്നു നിൽക്കുന്നത് ആരാണ്? ഭക്തരാണ്. ആ ഭക്തരെന്ന് പറയുന്നത് നിങ്ങളാണ്. ആ നിങ്ങളുടെ പാദങ്ങളിലാണ് ഞാൻ നമസ്കരിക്കേണ്ടത്. കൃഷ്ണൻ നിങ്ങളിൽ കാരുണ്യം ചൊരിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് എന്താ പറയുന്നത്, എനിക്കത് പറയാനും നിങ്ങളുടെ ഹൃദയത്തിന്റെ വിധേയ മനോഭാവം കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ അവിടെ സ്വയം ഈശ്വരനായി മാറരുത്. പിന്നെ എന്ത് പറയുന്നു? ആ വിധേയ മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ഗീതയെ സമീപിക്കാൻ. അല്ലാതെ ഗീതയെ സമീപിച്ചാൽ ഗീത മനസ്സിലാവില്ല. വിധേയ മനോഭാവത്തോടെ അല്ലാതെ ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടാകും. കാരണം അത് പരമരഹസ്യമത്രേ. മനസ്സിലായില്ലേ? കാരണം അത് പരമരഹസ്യമത്രേ. വിധേയ മനോഭാവത്തോടു കൂടി വേണം ഗീത പഠിക്കാൻ. അല്ലാതെ ഗീത പഠിച്ചാൽ ഗീത മനസ്സിലാവില്ല. ഇത് പരമരഹസ്യമാണ്, ഭയങ്കരം സീക്രട്ടാണ്. കുറെ ശ്ലോകങ്ങൾ പഠിച്ച് അർത്ഥം പറയേണ്ടതല്ല ഗീത. സീക്രട്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ സീക്രട്ടിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. എന്താണ് ഭഗവത്ഗീത? ആർക്കെങ്കിലും അറിയോ? ഒറ്റ ആൻസറാണ് ആദ്യം എല്ലാവരും തരിക. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ അർജുനൻ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. കുറച്ചും കൂടെ ഇസ്കോണുമായി ബന്ധപ്പെട്ടവർ പറയും അതീന്ദ്രിയ രഹസ്യമാണ് ഭഗവത്ഗീത, തലമുറകളോളം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് ഭഗവത്ഗീത. എന്താണ് ഭഗവത്ഗീത? അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ 3 ആൻസറിന്റെയും അപ്പുറമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭൗതിക അസ്തിത്വം എന്ന അവിദ്യയിൽ നിന്ന് മാനവ സമുദായത്തെ മോചിപ്പിക്കുകയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. എന്താണ്? ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് മാനവ സമുദായത്തെ മോചിപ്പിക്കുക എന്നതാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. എന്താണ് ഭൗതിക അസ്തിത്വം എന്ന് പറയുന്നത്? എനിക്ക് പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഐശ്വര്യങ്ങളുണ്ട്, എൻ്റെ മക്കൾ വിദേശത്താണ്, എൻ്റെ മക്കൾ ജോലി നേടി, ഗവൺമെന്റ് ജോലി നേടി, ഇനി എനിക്ക് ബന്ധുമിത്രാദികളെയൊന്നും വില വെക്കേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള വ്യക്തികൾ മതി, ഞാൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു, ദൃഢഗാത്രനായിരിക്കുന്നു, ആരോഗ്യം നശിച്ചവനോട് എനിക്ക് കരുണ കാണിക്കേണ്ട ആവശ്യമില്ല. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തി
അവൻ 16 മാല ജപിക്കാത്തത് കൊണ്ടാണ് രോഗത്തിന് അടിമപ്പെട്ടത്. ആ വ്യക്തിയെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥ കാര്യം എനിക്കില്ല. ഇങ്ങനെ ചിന്തിക്കുന്നവന് എന്താ പറയാ? ഭഗവാനെ അറിഞ്ഞവനെ മാത്രമേ സഹായിക്കൂ എന്ന് പറയുന്നവൻ, ഭഗവാനെ അറിഞ്ഞിട്ടാണോ അവൻ മുന്നോട്ട് ജീവിക്കുന്നത് എന്നുള്ള വ്യക്തിത്വങ്ങളെ മാത്രമേ സഹായിക്കൂ എന്ന് പറയുന്നവൻ, അഹങ്കാരം പിടിച്ചവരെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. അമ്മു മാതാജി മെസ്സേജ് ഇട്ടോ മഞ്ജരീസിലേക്ക്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ എല്ലാവരോടും ഒരു കരുണ ഉണ്ടാവണം. നമുക്ക് ഒരു ഹൃദയത്തിൽ ഒരു കരുണ വേണം നമുക്ക്, അല്ലെ? അഹങ്കാരത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നവനോട് മധുര പ്രതികാരം എന്നോണം ഹരേ കൃഷ്ണ, ആ ഒരു രീതിയിൽ നമ്മൾ പിൻവാങ്ങണം. കാരണം അവർ കുറച്ചും കൂടെ നാളുകൾ കഴിയും ഭഗവാനിലേക്ക് അടുക്കാൻ. അല്ലാത്ത വ്യക്തിത്വങ്ങൾ, ഭഗവാനെ അറിയുന്നവരും അറിയാത്തവരും, അവരോടൊരു കരുണ വേണം. സാധുജനങ്ങളോട്, രോഗാവസ്ഥയിൽ കിടക്കുന്നവനോട്, സമ്പത്തില്ലാത്തവനോട്, വീടില്ലാത്തവനോട്, ജീവിത സാഹചര്യങ്ങളില്ലാത്തവനോട് ഒരു കരുണ വേണം. അപ്പം അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കാതെ, ചിന്തിക്കാതെ, അഹങ്കാരത്തിന്റെ ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഭൗതിക അസ്തിത്വം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നേടുന്നതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോണ്ടവരാണ് നമ്മൾ, അല്ലെ? എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോണ്ടവരാണ്. അപ്പം അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ എന്ന് പറയുന്ന സത്യത്തെ ഉൾക്കൊള്ളണം. ഭഗവാൻ സ്നേഹവും കരുണയും ക്ഷമയുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാനവ സമുദായത്തെ നമ്മൾ എന്ത് ചെയ്യണം? കരുണയിലേക്ക്, സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. വിശക്കുന്നവന്റെ മുമ്പിൽ ഞാനൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി, ഒരു ഭക്ഷണം കൊണ്ടുപോയാൽ അവന്റെ കൈ ഇങ്ങനെ കൂപ്പി നിൽക്കും, ഒരു സംശയവും ഇല്ല. അതാണ് കരുണ, അല്ലേ? അതുപോലെ വസ്ത്രമില്ലാത്തവന്റെ മുമ്പിൽ ഞാനൊരു വസ്ത്രം കൊണ്ടു കൊടുക്കുമ്പം അവൻ ഇങ്ങനെ പറയും, അവനായാലും അവളായാലും. ചില വ്യക്തികളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീരുണ്ടാവും. ചില വ്യക്തികൾ പറയും, ഒരുപാട് നാൾ സ്വസ്ഥമായി ജീവിക്കും, നിങ്ങളുടെ പ്രസ്ഥാനം വളരുമെന്ന് അനുഗ്രഹിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കരുണയുള്ള ഹൃദയവുമായി നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ സമീപിക്കണം, ഇല്ലാത്തവനെ സമീപിക്കണം. അപ്പോൾ അവന്റെ മുമ്പിൽ നമ്മൾ ആരാണ്? ഈശ്വരനാണ്. നമ്മൾ ഈശ്വരനല്ല, പക്ഷെ അവന്റെ കണ്ണിൽ നമ്മൾ ഈശ്വരനാണ്. കാരണം എന്താ? ആ ഈശ്വരനാണ് അവനിലേക്ക് അത് എത്തിച്ചത്. അവന്റെ ഇല്ലായ്മകളിൽ ഒരു കൈത്താങ്ങാകിയത് എന്ന് അവന് ബോധ്യപ്പെടുത്തും. ആ ബോധ്യം മാനവ സമുദായത്തെ രക്ഷിക്കും. ഇതാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. അല്ലാതെ അഹങ്കാരത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല ഭഗവത്ഗീതയുടെ ലക്ഷ്യം. അർജുനന് കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായ വിഷമങ്ങള്, ഓരോ വിഷമങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെ? ഇവിടെ നമ്മൾ ഓരോരുത്തരും കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു കുരുക്ഷേത്ര ഭൂമിയാണ്. നമ്മൾ സ്നേഹിച്ചവരെല്ലാം നമ്മൾക്ക് പ്രതികാരം ചെയ്യാൻ വന്നു നിൽക്കുന്നു. എന്തിന് പ്രതികാരം ചെയ്യണം നമ്മളോട് അവര്? നമ്മുടെ വസ്തുവകകൾ തന്നെ തട്ടിയെടുത്ത് അത് നമുക്ക് തിരിച്ചു തരാതിരിക്കാൻ. അർജുനനാകുന്ന മധ്യപാണ്ഡവനോട് ആ പാണ്ഡവന്മാരെ കള്ളച്ചൂത് കളിച്ച് തോൽപ്പിച്ചു, ഇല്ലേ? അതേപോലെ നമ്മളെയും ഒരുപാട് പേര് വഞ്ചിച്ചു. നമ്മുടെ കൈവശമുള്ളത് അവര് തന്നെ കയ്യിലാക്കി. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അർഹതപ്പെട്ടത് തിരിച്ചു തരുമെന്ന് അവര് നമ്മളോട് പറയാതെ പറഞ്ഞു, ചിലർ പറഞ്ഞു. തിരിച്ചു ചോദിക്കേണ്ട സമയമായപ്പോ നമുക്കൊട്ട് തന്നതുമില്ല. തരാതിരിക്കാൻ നമ്മളെക്കുറിച്ച് അപവാദം പറയുന്നു, നമ്മളെ വേദനിപ്പിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. നമ്മളോട് സ്നേഹമായി നിന്നവരെയെല്ലാം നമ്മളിൽ നിന്ന് അകറ്റുന്നു. ഇത് തന്നെയല്ലേ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനും അനുഭവിച്ചത്, അല്ലെ? ഇത് തന്നെയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനും അനുഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഒരു കുരുക്ഷേത്ര യുദ്ധമാണെന്ന് പറയുന്നത്. ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന അർജുനനെ പോലെ നമ്മൾ ഓരോരുത്തരും അർജുനനാണ്. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ഉപദേശം എന്ന് പറയുന്നത് ഭഗവാന്റെ ഉപദേശമാണ്.
ആ ഉപദേശത്തിനാണ് 2 അക്ഷരം ചൊല്ലി വിളിക്കുന്നത് ഗീത, അല്ലേ? ആ ഗീതയാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഉപദേശം. അർജുനൻ ഭഗവാന് ആത്മസമർപ്പണം ചെയ്തു. നമ്മളും ആത്മസമർപ്പണം ചെയ്യൂ. നമ്മളും ഭഗവാൻ ആത്മസമർപ്പണം ചെയ്യൂ. ഭഗവത്ഗീത അതിനുശേഷമാണ് അർജുനൻ ഉപദേശിക്കപ്പെട്ടത്. ആ ഗീതയിൽ നമുക്ക് എല്ലാത്തിനുള്ള ഉത്തരമുണ്ട്. ആ ഉത്തരം നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആത്മസമർപ്പണം ചെയ്യണം. ആത്മസമർപ്പണം ചെയ്യുമ്പോൾ ഗീത നമുക്ക് മനസ്സിലാവും. അർജുനന് ഉപദേശിപ്പിക്കപ്പെട്ട ഗീത നമ്മൾക്ക് മനസ്സിലാവും. ആ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം അങ്ങ് മാറി മറിയും. ഒരു ട്വിസ്റ്റ് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. ഭൗതിക അസ്തിത്വം മൂലം അർജുൻ മാത്രമല്ല, നമ്മളെല്ലാവരും ഉത്കണ്ഠരാണ്. കൗരവന്മാരായിരിക്കുന്ന ബന്ധുമിത്രാദികളെ കണ്ടപ്പോൾ അർജുനൻ ആകെ ഉത്കണ്ഠപ്പെട്ടു. എന്തായി കാണുന്നത്? എൻ്റെ രാജ്യം, എന്നെ കാട്ടിലേക്ക്, എൻ്റെ സഹോദരനെ, എൻ്റെ ഭാര്യയെയും എന്നെയും കാട്ടിലേക്ക് അയച്ച് ദുരിതപ്പെടുത്തി വനവാസത്തിനും എല്ലാത്തിനും അയച്ചു വിട്ടിട്ട് എൻ്റെ രാജ്യം കൈവശപ്പെടുത്തി വെച്ചിട്ട് അത് തരാതിരിക്കാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്യുന്നു. ഭയങ്കര ഉത്കണ്ഠയാണ് അർജുനൻ്റെ ഉള്ളിലുണ്ടായത്. ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഉള്ളത്. എൻ്റെ അച്ഛനാണോ എന്നോട് ഈ പറയുന്നത്? ഇതെൻ്റെ സ്വന്തം അച്ഛനാണോ? ഇതെന്നെ പ്രസവിച്ച അമ്മയാണോ? എൻ്റെ കഴുത്തിൽ താലി കെട്ടി ജീവിതകാലം മുഴുവൻ എന്നെ സംരക്ഷിച്ചോളാം, എൻ്റെ മക്കളെ സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് തന്നെയാണോ ഇത്? എൻ്റെ ഭർത്താവിനെ പ്രസവിച്ച അമ്മ തന്നെയാണോ ഇത്? ഇതെൻ്റെ ഭർത്താവിൻ്റെ കൂടെ പിറന്നവർ തന്നെയാണോ? എൻ്റെ മക്കളെ പ്രസവിച്ച ഭാര്യ തന്നെയാണോ ഈ പറയുന്നത്? ഇതെൻ്റെ കൂട്ടുകാർ തന്നെയാണോ? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ചെയ്തു കൊടുത്തു. ഞാൻ കഴിക്കാതെ പോലും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്തെല്ലാം കാര്യം ചെയ്തു കൊടുത്തു. ഇവരാണോ എന്നോട് ഈ പറയുന്നത്? ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. ഇതേ അർജുനൻ അനുഭവിച്ച ഉത്കണ്ഠയിലൂടെ നമ്മളും അനുഭവിച്ചു പോയിട്ടുണ്ട്, ഇന്നും അനുഭവിക്കുന്നുമുണ്ട്, അല്ലെ? കൈ നിറച്ചുണ്ടായ കാലത്ത് വാരിക്കോരി കൊടുത്തു നമ്മൾ ബന്ധുമിത്രാദികൾക്കെല്ലാം. നമ്മൾക്കില്ലാതെ ആയപ്പം നമ്മളെ അറിയ പോലും ചെയ്യില്ല, നമ്മുടെ മൊബൈൽ നമ്പർ പോലും അറിയാത്ത ബന്ധുമിത്രാദികളാണ് നമുക്ക് ചുറ്റും. ഈ ഉത്കണ്ഠ അർജുനന് മാത്രമല്ല, നമുക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അസ്തിത്വാരാഹിത്യത്തിന്റെ അന്തരീക്ഷത്തിലാണ് അസ്തിത്വം. ഗീതയിലാണ് അടിസ്ഥാനം. ഇത്രയും ചിന്തിച്ചാൽ മതി. ഗീതയിലാണ് അടിസ്ഥാനം. ഈ പറയുന്ന ബന്ധുമിത്രാദികളിലൊന്നും അടിസ്ഥാനമില്ല. ഗീതയിലാണ് അടിസ്ഥാനം. വാസ്തവത്തിൽ നമ്മൾ ഈ ഭൗതികതയിലിരിക്കുന്ന ബന്ധുമിത്രാദികളുടെ ഭീഷണിക്ക് വശപ്പെടേണ്ടവരല്ല നമ്മൾ. ഇവരുടെ ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ തലകുനിക്കേണ്ടവരല്ല. ഭഗവാന് മുമ്പിൽ തലകുനിക്കേണ്ടവരാണ്. ഭക്തർക്ക് മുമ്പിൽ തലകുനിക്കേണ്ടവരാണ്. കാരണം ആ കുനിയലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഗീത പഠിപ്പിക്കുന്ന കേട്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഇതൊന്നും എൻ്റെ അറിവല്ല, ഇതെല്ലാം ഗീതയുടെ അറിവാണ്, ഗീതയിൽ നിന്നുള്ള അറിവാണ്. അല്ലാതെ നമ്മൾ എന്തിനാണ് ഇവരെ മുമ്പിലൊക്കെ പോയി തലകുനിക്കുന്നത്? ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മഹാഭാരതം ക്ലാസ്സിൽ രാത്രി 8:30 ഉണ്ടായ ക്ലാസ്സിൽ, നമ്മൾ ഇങ്ങനെയുള്ളവരുടെ മുമ്പിലൊന്നും പോയി തലകുനിച്ച് നിൽക്കാൻ വേണ്ടി പോവരുത്. നമ്മൾ അതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാൻ പോവരുത്. ഈശ്വരൻ നമ്മളെ സദാ വിളിക്കുന്നു. എന്തേ നമുക്ക് പോകാൻ പറ്റുന്നില്ല? നമ്മൾ എന്തിനാണ് ഇവരുടെയൊക്കെ മുമ്പിലേക്ക് പോകുന്നത്? നമ്മുടെ അസ്തിത്വം സനാതനമത്രേ. വളരെ സിമ്പിളാണ്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ്. അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. സനാതന ധർമ്മബോധം അത് ഭഗവാനാണ്. അപ്പൊ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാനാണ്. അല്ലാതെ നമ്മളെ വേണ്ടാത്ത, നമ്മൾക്ക് നല്ല സമയം വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ബന്ധുമിത്രാദികളല്ല നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഒരു ആപത്ത് വരുമ്പോൾ ഇവരൊക്കെ നമുക്ക് വേണ്ടേ, ഒരാവശ്യം വരുമ്പോൾ ഇവരൊക്കെ നമുക്ക് വേണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കും. എൻ്റെ മകളുടെ കല്യാണം വരുമ്പോൾ ഇവരൊക്കെ വേണ്ടേ, എൻ്റെ മകൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ ഇവർ വേണ്ടേ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ, നമ്മുടെ കയ്യിൽ പണമുണ്ട്. ആ പണം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മകൻ്റെയും മകളുടെയും കല്യാണം നടത്തുന്നത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് എങ്കിൽ ഇവരെല്ലാവരും ഉണ്ടാവും. നമ്മുടെ കയ്യിൽ പണമില്ല, എനിക്കൊരു വീടില്ല, ഒരു വീട് വെക്കാൻ എന്തെങ്കിലും ഒരു സഹായം. വീടും പോട്ടെ, നമ്മുടെ വീട്ടിലൊരു കക്കൂസും കുളിമുറി ഇല്ല, പൊളിഞ്ഞു കിടക്കുന്നു. പ്രായമുള്ള ഒരു മകൾ എനിക്കുണ്ട്, ആ കുട്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നു.
ഒരു കക്കൂസും കുളിമുറിയും പണിതു തരാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാത്ത ബന്ധുമിത്രാദികളാണ് നമ്മുടേത്. ഭർത്താവിന് ജോലിയൊന്നുമില്ല, ഒന്നുകിൽ അദ്ദേഹം മദ്യപിച്ച് ഒരു വഴിയായി കുടുംബം പോറ്റുന്നില്ല. നമ്മൾ പോയി നമ്മുടെ ബന്ധുമിത്രാദികളോടൊരു സഹായം ചോദിച്ചു നോക്ക്. ഒരു 5000 രൂപ എനിക്ക് തരുമോ, അല്ലെങ്കിൽ എനിക്കൊരു തട്ടുകട ഇടാൻ ഒരു 25,000 രൂപ തരുമോ, ഞാൻ ആ തട്ടുകട ഇട്ട് ജീവിച്ച് ഞാൻ ആ പൈസ തിരിച്ചു തരാം, എൻ്റെ മക്കളെയും കുടുംബവും പോറ്റാന്ന് പറഞ്ഞാൽ സഹായിക്കില്ല. ഇനി അഥവാ സഹായിച്ചാൽ അത് പലിശയ്ക്ക് തരും. നല്ലോണം ഓർത്തോളൂ, പലിശയ്ക്ക് തരും. ഇനി അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ തരണോട്ടോ എന്ന് പറയും. 2 മാസം കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നവനേക്കാൾ വലിയ കഷ്ടപ്പാടായിരിക്കും ആ വ്യക്തിക്ക്. പിന്നെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് ആരാണ് ഇത്, എൻ്റെ സഹോദരിയാണോ അച്ഛനാണോ അമ്മയാണോ എന്ന് പോലും ചിന്തിക്കാതെ മുഖം നോക്കാത്ത സംസാരങ്ങൾ സംസാരിക്കും. ഇനി അതും അല്ലെങ്കിൽ 10 പേരെടുത്ത് കൊട്ടി ഘോഷിക്കും. ഇനി ഇതുമല്ല, ആ തട്ടുകട കൊണ്ടെങ്ങാനും നമ്മൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പണ്ട് എൻ്റെ മുമ്പിൽ വന്ന് യാചിച്ച് ഒരു ഗതിയും പരഗതിയില്ലാത്ത കാലത്ത് ഞാൻ കൊടുത്ത കാശിന് ഞാനിട്ട പിച്ചയ്ക്കാണ് അവർ നന്നായത് എന്നും പറയും. ഇതാണ് ബന്ധുമിത്രാദികൾ. തുളസി, ഇതാണ് ബന്ധുമിത്രാദികൾ. പക്ഷേ കൃഷ്ണ എന്ന് ഹൃദയം കൊണ്ടൊരു വിളി വിളിച്ചാൽ നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് തരുന്ന വാതിലിന് ഒരു പലിശയും കൊടുക്കണ്ട. ഒരു പലിശയും കൊടുക്കണ്ട. ഒരിക്കലും ഭഗവാൻ അത് വിളിച്ചു പറയാനും പോണില്ല, വേദനിപ്പിക്കാനും പോണില്ല. സദാ കാവലായി നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സനാതന ധർമ്മബോധമാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. എങ്കിലും എങ്ങനെയോ നാം അസത്തിലേക്ക് പ്രക്ഷിപ്തരാകുന്നു, അല്ലേ? കുറച്ച് വെള്ളം എടുത്തിരും. എങ്ങനെയോ നമ്മൾ അസത്തിലേക്ക് പോയി പോകുന്നു. കൈ കഴുകാനാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എപ്പോഴും നമ്മുടെ ബന്ധുമിത്രാദികളുടെ പിന്നാലെ ഇങ്ങനെ ഓടുകയാണ്. ഇവരാണ് ഉണ്ടാവുക, എന്നാൽ അവരുണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അസത് എന്നാൽ അസ്തിത്വമില്ലാത്തത്. കൈ കഴുകാനാണ്, വലിയ പാത്രത്തിൽ കൊണ്ടുവരും. അസത്ത് എന്നാൽ അസ്തിത്വമില്ലാത്തത്, അടിസ്ഥാനമില്ലാത്തത്. ബന്ധുമിത്രാദികൾക്ക് അടിസ്ഥാനം ഇല്ലാട്ടോ. അതെന്നും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം അവരോട് ഇടപെടാൻ. ഒരു ചിരിയോടെ, ശത്രുവായാലും മിത്രമായാലും ഒരു ചിരിയോടെ, അത് മതി. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചിരിയോടുകൂടി വേണം നമ്മൾ ഇടപെടാൻ. അല്ലാതെ ഇടപെടരുത്. നമ്മൾ അവരുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കേണ്ട. ഒരിക്കലും ഉണ്ടാവില്ല, ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഒരു മിനിറ്റ്. അതുകൊണ്ട് അവരൊരിക്കലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. നമ്മുടെ കൂടെ കാലാകാലം ഉണ്ടാവുന്നത് ഭഗവാൻ മാത്രമാണ്, ഈശ്വരൻ മാത്രമാണ്. ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബന്ധുമിത്രാദികളും നമുക്കില്ലേലും കുഴപ്പമില്ല. നമ്മളുടെ മുമ്പിൽ ഒരു വാതിൽ അടഞ്ഞാൽ ഈശ്വരൻ 1000 വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നിട്ടരും, ഉറപ്പായിട്ടും തുറന്നിട്ടരും. ഒന്നും നമ്മൾ പേടിക്കണ്ട, ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നോട്ടെ, ഒരു കല്യാണത്തിന്റെ ആവശ്യം വന്നിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ മുമ്പിൽ എത്തും. ഭഗവാൻ ഏതെങ്കിലും വഴിക്ക് നമ്മളെ മുമ്പിൽ കൊണ്ടുവരും. അല്ല, പഴമാണ്. രാവിലെ ഭഗവാന് പഴം കൊടുക്കും. ഏതെങ്കിലും വഴിക്ക് ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് ആരെയെങ്കിലും കൊണ്ടിടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലേശിക്കുന്ന നിരവധി മനുഷ്യരിൽ കുറച്ചു പേരെങ്കിലും തങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച്, അതായത് തങ്ങൾ ആരാണ്, എന്തുകൊണ്ട് മോശമായ നിലയിലെത്തി എന്ന് തുടങ്ങിയവയെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കുന്നു.
അല്ലേ? നമ്മൾ നല്ല രീതിക്കൊക്കെ ജീവിച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു അധപ്പതനം വന്നു, നമ്മളാകെ ഒറ്റപ്പെട്ടു പോയി. നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, എനിക്ക് എന്താ സംഭവിച്ചത്? നമ്മൾ ഉത്തരം കണ്ടെത്തും, എൻ്റെ ബിസിനസ് തകർന്നത് കൊണ്ടാണ്, എൻ്റെ ജോലി പോയത് കൊണ്ടാണ്, എനിക്ക് അസുഖം വന്നത് കൊണ്ടാണ്. പക്ഷെ ഇതിനൊരു അടിസ്ഥാന കാരണമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ബിസിനസ് തകർന്നു? നല്ല രീതിക്ക് ആരോഗ്യവുമായി മുന്നോട്ട് പോയ എനിക്ക് എന്തുകൊണ്ട് പെട്ടെന്നൊരു അസുഖം വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അസുഖവും ബിസിനസ് തകർന്നതും ഒക്കെ ഒരു കാരണമാണ്. പക്ഷെ ഈ കാരണം എന്തുകൊണ്ടുണ്ടായി? അവിടെയാണ് എന്ത് ചിന്തിക്കേണ്ടത്? തൻ്റെ യാതനകളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഉയരാത്ത തനിക്ക് ദുഃഖം വേണ്ട എന്നും എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമാണ് വേണ്ടതെന്നും ബോധ്യമല്ല ആകാത്ത ഒരാളെ ഒരു പൂർണ്ണ മനുഷ്യനെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കും, നമ്മുടെ കൊറോണ വന്നു, ബിസിനസ് തകർന്നു. എന്നാൽ കൊറോണ വന്ന് ബിസിനസ് തകരാത്ത എത്രയോ വ്യക്തികളുണ്ട്. കൊറോണ വന്നിട്ട് ജോലി നഷ്ടപ്പെടാത്ത എത്രയോ വ്യക്തികളുണ്ട്. നല്ല രീതിക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് മദ്യപിക്കാത്ത, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാത്ത വ്യക്തികൾക്ക് അസുഖം വരാറുണ്ട്, അല്ലേ? മദ്യപിക്കുന്ന വ്യക്തികൾക്ക് വരാറുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ട് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു? ഞാൻ മദ്യപിക്കാറില്ല, നോൺ വെജ് കഴിക്കാറില്ല, ഈശ്വരനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നു, പിന്നെ എന്താ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നത്? ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മൂല കാരണം ആലോചിക്കണം. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാത്ത, അതായത് നമ്മൾ എന്തുകൊണ്ട് നല്ലൊരു നിലയിലേക്ക് ഉയരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഈ ദുഃഖങ്ങളല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ഈ ദുഃഖങ്ങൾക്കൊരു പരിഹാരമാണ്, അല്ലെ? നമുക്കൊക്കെ വേണ്ടത് ദുഃഖങ്ങൾക്കൊരു പരിഹാരമാണ്, ദുഃഖമല്ല നമുക്ക് വേണ്ടത്. ദുഃഖം വരും, കാരണം നമ്മൾ മനുഷ്യനാണ്. കാരണം എന്താ വെച്ചാല്, കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നമ്മൾ കുറെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. ആ തെറ്റുകളുടെ ഫലമായാണ് നമ്മൾ ഈ ജന്മം ജനിച്ചിരിക്കുന്നത്. അപ്പൊ ആ തെറ്റുകൾ അനുഭവിക്കാൻ ജനിച്ച നമ്മൾക്ക് ആരോഗ്യപരമായും മാനസികപരമായിട്ടും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും സന്താന സംബന്ധമായിട്ടും ഒക്കെ നമുക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും വരും. പക്ഷെ ഈ പ്രയാസങ്ങളും ദുരിതങ്ങളിലും നമ്മൾ ഇങ്ങനെ കരഞ്ഞു പിടിച്ചിരിക്കുകയല്ല വേണ്ടത്, നമുക്കൊരു സൊല്യൂഷനാണ് വേണ്ടത്, അല്ലെ? നമുക്കൊരു ഉത്തരമാണ് വേണ്ടത്. ഈ ഉത്തരം അന്വേഷിക്കാത്ത വ്യക്തിയെ ഒരിക്കലും, സാറില്ലേ മോനെ, ഉത്തരം അന്വേഷിക്കാത്ത വ്യക്തിയെ ഒരിക്കലും പരിപൂർണനായ ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ പരിപൂർണനാവുന്നത് എപ്പോഴാണ്? നമ്മളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് ഒരു ഉത്തരം വേണം എന്ന് ചിന്തിക്കാതെ ഇരുന്നാൽ അവൻ പരിപൂർണനല്ല. ചിന്തിക്കുമ്പോൾ, ഇന്ന് എനിക്ക് ജോലിയില്ല, എനിക്കൊരു ജോലിയാണ് വേണ്ടത്, ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യും? ശ്രമിക്കണം. മുട്ടുവിൻ തുറക്കപ്പെടും, ഉറപ്പായിട്ടും തുറക്കും. ചിലപ്പോൾ ഒരു മുട്ടുമുട്ടണം, 2 മുട്ടുമുട്ടണം, 3 മുട്ടുമുട്ടണം, 4 മുട്ടുമുട്ടണം, 5 മുട്ടുമുട്ടണം, അല്ലേ? നമ്മൾ മുട്ടണം, എങ്കിലേ തുറക്കൂ, അല്ലാതെ തുറക്കില്ല. നമ്മൾ ആരെ മുട്ടണം? ഭഗവാനെ മുട്ടണം. ഭഗവാനുമായിട്ടൊരു കണക്ഷൻ വെക്കണം. അപ്പോഴാണ് നമ്മൾ പരിപൂർണമാവുന്നത്. പരിപൂർണമാവുന്ന ഒരു വ്യക്തിക്ക് ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ഇപ്രകാരമുള്ള അന്വേഷണം മനസ്സിനുണരുമ്പോഴാണ് മനുഷ്യത്വം തുടങ്ങുന്നത്. മനുഷ്യത്വം തുടങ്ങുന്നത് എപ്പോഴാ? നമ്മളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നു, ഈ പ്രയാസങ്ങളിലല്ല ഞാൻ ജീവിക്കേണ്ടത്, ഞാൻ ജീവിക്കേണ്ടത് ഈ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി കണ്ടെത്തിക്കൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനുഷ്യത്വം തുടങ്ങുന്നു. മനസ്സിലായില്ലേ? ഗീതയിൽ പറയുന്നതാണ്. ഈ അന്വേഷണത്തെയാണ് നമ്മൾ ബ്രഹ്മജിജ്ഞാസ എന്ന് ബ്രഹ്മസൂത്രത്തിൽ തന്നെ വിളിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു അന്വേഷണം തുടങ്ങുമ്പോൾ ആ അന്വേഷണം തുടങ്ങുന്ന അവസ്ഥയാണ് ബ്രഹ്മജിജ്ഞാസ എന്ന് വിളിക്കുന്നത്. ഇനി ആരും ആ വാക്കിന്റെ അർത്ഥം അറിയാതിരിക്കരുത്. ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ദുരിതങ്ങളിൽ ഇരുന്നാൽ പോരാ, ആ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തുകൊണ്ട് എനിക്ക് വന്നു, എങ്ങനെ അതിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ സാധിക്കും, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സമയം മനുഷ്യത്വം തുടങ്ങുന്നു. ആ അവസ്ഥയെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത്.
നിരപേക്ഷ തത്വത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കാത്ത മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും പരാജയമായി പോകും. എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്. ഉടനെ 5 ലക്ഷം രൂപ എടുത്ത് ഞാൻ ഭയങ്കര പ്ലാനിങ്ങുകൾ ചെയ്യണം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. ഓക്കെ, ഞാൻ വേഗം ചെല്ലുന്നു. പ്ലാനിങ്സ് ഒക്കെ ചെയ്ത് സംഭവ ബഹുലമായി ബിസിനസ് ഒക്കെ തുടങ്ങി 8 നിലയിൽ പൊട്ടും. നിരവധി കഥ എഴുതുന്ന വ്യക്തികളും പോസ്റ്റ് പ്രൊഡക്ഷൻസ് ചെയ്യുന്ന ആളുകളും വലിയ വലിയ ഡയറക്ടേഴ്സും അവരുടെ അസോസിയേറ്റ്സും പല ലൊക്കേഷൻസും DOPസും ആർട്ടിസ്റ്റുകളും എല്ലാം ഇരുന്ന് വെൽ പ്ലാനിങ്ങിൽ പ്രൊഡ്യൂസർ അങ്ങ് കൊണ്ടുവന്ന് കോടികൾ ഇറക്കിയിട്ട് ഒരു പടം ചെയ്തു. പടം 8 നിലയിൽ അങ്ങ് പൊട്ടി. എന്തിനു പറ്റും? അങ്ങനെ പൊട്ടി പാളീസായി ആത്മഹത്യ ചെയ്ത പ്രൊഡ്യൂസേഴ്സ് വരെയുണ്ട് സിനിമയിൽ, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും പ്ലാനിങ്ങുകൾ ഉണ്ടായിട്ട് ജീവിതത്തിൽ വിജയിക്കാത്തത്? നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൽ പ്ലാനിങ് ഇല്ലാതെ ജീവിച്ച ആളുകളല്ല. നമ്മളെല്ലാവരും LKG മുതൽ നല്ലോണം പഠിച്ചു വന്ന ആൾക്കാരാണ്, അല്ലെ? നമ്മുടെ ജീവിതം നന്നായി കാണണം, നല്ല രീതിയിൽ എത്തണം, നമുക്ക് നല്ല വീട് വെക്കണം, നല്ല രീതിയിൽ ജീവിക്കണം, നമ്മുടെ മക്കൾ നന്നായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നിട്ടും നമ്മുടെ ജീവിതം പാതി വഴിയിൽ പല പ്രശ്നങ്ങളിൽ പെട്ടു. എന്തുകൊണ്ട്? പൂർവ്വജന്മ കർമ്മ ബന്ധനങ്ങൾ. അത് മനസ്സിലാക്കണം. അല്ലാതെ അതിനാരും കുറ്റക്കാരല്ല. പൂർവ്വജന്മ കർമ്മ ബന്ധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് അനുഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അങ്ങനെ ഇരുന്നാ പോരാ. കഴിഞ്ഞ ജന്മം ഞാൻ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്, കൃഷ്ണ എന്നും പറഞ്ഞ് ഇരുന്നാ പോരാ. ഇതിൽ നിന്നൊരു വിടുതൽ വേണം, ഒരു രക്ഷ വേണ്ടേ? എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല. എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളായി മാറി. എൻ്റെ ജീവിതം ഇങ്ങനെ തീരാനുള്ളതാണ്. ഞാൻ ഇനി മരിക്കുന്നവരെ ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കും. അല്ല, ഇതിൽ നിന്നൊരു സൊല്യൂഷൻ വേണം. എനിക്ക് ചിരിക്കണം. എനിക്ക് ചിരിച്ചുകൊണ്ട് ജീവിതത്തെ സമീപിക്കണം. എൻ്റെ ഭാര്യ എന്നെ വെച്ചുകൊണ്ട് വേറൊരാളുടെ കൂടെ പോയി. ഇനി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം പോയി. ഇനിയുള്ള കാലം എങ്ങനെ ജീവിച്ച് തീർക്കുക? അല്ല, ചിരിക്കണം. ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നിരപേക്ഷ സത്യത്തെ പിടിക്കണം. ആരാണ് നിരപേക്ഷ സത്യം? ഭഗവാൻ. എന്താ ചെയ്യേണ്ടത്? നിരപേക്ഷ തത്വത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കാത്ത, അതായത് ഭഗവാനെ കുറിച്ച് അന്വേഷിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഉയർച്ചയിലെത്തില്ല. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കൂ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉയർച്ചയിലെത്തും. എങ്ങനെയാ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുക? സത്സംഗങ്ങൾ കേൾക്കുക, സഹജീവികളോട് കാരുണ്യം കാണിക്കുക, ജപിക്കുക, മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുക. ആദ്യം നമ്മൾ ഭഗവാന് സമയം കൊടുക്കണം. ഇപ്പൊ ഒരാള്, മാതാജി ക്ലാസ് കേൾക്കാൻ ഒട്ടും സമയമില്ല കേട്ടോ, ഞാൻ ജോലിക്ക് പോവാ മാതാജി. അതാരാ? സുജമാതാജി? എനിക്ക് മനസ്സിലായില്ല. ക്ലാസ് കേൾക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല കേട്ടോ, എനിക്ക് ജോലിയുണ്ട് മാതാജി. കുറച്ച് കഴിയുമ്പോൾ ആ ജോലി പോയെന്നും പറഞ്ഞ് വിളിക്കും. മാതാജി, എൻ്റെ ജോലി പോയി. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാവോ? ഞാൻ എന്തോരം ഓടിച്ചെന്നിട്ടാണെന്നറിയോ പണിയെടുത്തത്? എത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നറിയാമോ? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, ഇതിന് 4നും സമയമില്ല. പക്ഷെ ജോലി ചെയ്യാൻ സമയമുണ്ട്. ഓക്കെ മാതാജി, ജോലി ചെയ്യാൻ സമയമുണ്ട്. അവസാനം ആ ജോലി അങ്ങ് പോയി. പിന്നെ നേരെ അമ്പലങ്ങളും നടക്കും. രക്തപുഷ്പാഞ്ജലി, പാൽപായസം, കദളിക്കൊല സമർപ്പണം. എന്തിന്? കൈക്കൂലി കൊടുത്താൽ വരുന്ന വ്യക്തിയാണോ ഭഗവാൻ? ഭഗവാൻ നിങ്ങളുടെ ആരുടെയും കൈക്കൂലി ആവശ്യപ്പെടുന്നില്ല. എനിക്കിപ്പോൾ ഇന്ന് വർക്കുണ്ട്, ഞാൻ ഡിമാൻഡ് ചെയ്തു, എനിക്ക് രാവിലെ ഇത്ര സമയം കഴിഞ്ഞാലേ ഫ്രീ ആവാൻ പറ്റും. അതെൻ്റെ ജോലിയുടെ സ്വഭാവമാണ്, സമ്മതിച്ചു. അതുകൊണ്ട് എനിക്കതിന് സാധിച്ചു. ഞാൻ അതുകൊണ്ട് ഭഗവാന്റെ കാര്യം ആദ്യം എടുത്ത് ചെയ്യുന്നു. വീട്ടിൽ ജോലി ഉണ്ടാവും മാതാജി, എനിക്ക് ആ സമയത്ത് ക്ലാസ് കേൾക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് വീട്ടിലെ ജോലി കുറച്ചും കൂടെ നേരത്തെ ചെയ്തുകൂടാ? ബുദ്ധിപൂർവ്വം ചെയ്യണം വീട്ടിലെ ജോലി. ഞാൻ ക്ലാസ്സിൽ വൈകുന്നേരം ക്ലാസ് എടുക്കാൻ വരുന്നതിനേക്കാൾ മുമ്പ് എനിക്കുള്ള ഡിന്നറിന്റെ ചപ്പാത്തി ഞാൻ കുഴച്ചു വെച്ചിട്ടാണ് വരുന്നത്. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ചപ്പാത്തി മാവ് സെറ്റാവും. പിന്നെ അതൊന്ന് പരത്തിയെടുക്കാൻ എത്ര സമയം വേണം? കയ്യിലൊരു ക്ലിക്കർ ഇട്ടുകൊണ്ട് അത് പരത്തിയെടുക്കും. എന്തായാലും ക്ലാസ് കഴിഞ്ഞ ഉടനെ ബുക്ക് മടക്കി വെച്ച് ഓടിച്ചെന്ന് ബെഡ് കയറി കിടക്കില്ല, അല്ലേ? എല്ലാവരും കിടക്കുന്നതിനേക്കാൾ മുമ്പേ കുറച്ചു നേരം മൊബൈലൊക്കെ നോക്കി റീൽസൊക്കെ കണ്ട് പല കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ വേസ്റ്റ് ചെയ്ത് കളയുന്ന ചെറിയ ചെറിയ സമയങ്ങളുണ്ട്. ആ സമയങ്ങളെല്ലാം കൂടെ കോർത്തു വെച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക. ഭഗവാന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക.
എന്നിട്ട് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു നോക്ക്. അനുരാജ് മാതാജി പറയുന്നു തേങ്ങ വറക്കുക. ശരിയാണ്. ഞാനും ജയപതാക മഹാരാജിന്റെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ വീട്ടില് ഈ പറയുന്ന ജോലികളെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതാണ്. ബിന്ദുമ്മയ്ക്ക് ഒരു കുക്കിങ്ങും അറിഞ്ഞൂടാ, ഒന്നും അവർക്ക് അറിഞ്ഞൂടാ. അവരെ കുറ്റമല്ല അത്, അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു, അവർക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ തന്നെ കുക്ക് ചെയ്യണം. ബിന്ദുമ്മയ്ക്കാണെങ്കിൽ ദിവസവും എന്തെങ്കിലുമൊക്കെ കറികൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഇന്ന് തീയൽ വേണം, നാളെ സാമ്പാർ വേണം, മറ്റന്നാൾ അത് വേണം, അതിന്റെ പിറ്റേന്ന് ഇത് വേണം, പല ആഗ്രഹങ്ങളുണ്ടാവും. അപ്പൊ നമ്മളത് ചെയ്തും കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ജോലികളെല്ലാം ചെയ്യേണ്ടവരാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനും സമയം കൊടുക്കണം. ബുദ്ധിപൂർവ്വം നമ്മൾ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്ത് വെക്കണം. കണ്ടോ, ജയന്തിയമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, വനജ മാതാജി ജോലി ചെയ്യുന്നു. ബുദ്ധിപൂർവ്വം ഡിസൈൻ ചെയ്യണം. നമ്മൾ TV കാണാൻ, ഇഷ്ടപ്പെട്ട സീരിയൽ കാണാൻ, ഓക്കെ ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, ഞാൻ സീരിയലിനെ തള്ളിക്കളഞ്ഞ് പറയല്ല, സീരിയൽ കാണാൻ സമയമുണ്ടല്ലോ അല്ലേ? തൊട്ടപ്പുറത്തെ വീട്ടിൽ അയൽപക്കത്തെ പോയിട്ട് അവരുടെ കഥകൾ കേട്ടിരിക്കാൻ സമയമുണ്ടല്ലോ, അവരോട് 10 പേരുടെ കുറ്റം പറയാൻ സമയമുണ്ടല്ലോ, ബ്യൂട്ടി പാർലറിൽ പോയിരിക്കാൻ സമയമുണ്ടല്ലോ. ഒരു യോഗി വര്യൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണോ സൗന്ദര്യം ഉണ്ടാക്കുന്നത്? അല്ല. ആ തേജസ് എങ്ങനെ വന്നു? അചഞ്ചലമായ ആ തേജസ് ഭഗവാനിൽ നിന്നാണ് വന്നത്. അത് നാമം ജപിച്ചത് കൊണ്ടാണ്. മാതാജി എനിക്ക് ജപിക്കാനൊന്നും സമയമില്ല, ഓഫീസിൽ പോകണം. ആ പോകുന്ന വഴിക്ക് മൊബൈലിൽ നോക്കിക്കൊണ്ട് ചുമ്മാ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. പോകുന്ന വഴിക്ക് അമ്മായിയമ്മയുടെ കുറ്റവും പറഞ്ഞ്, അമ്മായിയപ്പൻ്റെ കുറ്റവും പറഞ്ഞ്, കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ഇന്ന് അവിടെ കമ്പനി കൂടെ, ഇന്ന് ഇവിടെ കമ്പനി കൂടെ, അവളെ വീട്ടിൻ്റെ, അവളോട് അത് പറയേണ്ട, ഇത് പറയേണ്ട, അങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് യാത്രകളിൽ ജപിക്കുക. അതിന് ക്ലിക്കർ യൂസ് ചെയ്യുക. ഭഗവത് നാമത്തിലൂടെ, ഭഗവത് സ്മരണയിലൂടെ മുന്നോട്ട് പോവുക. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ പിന്നെ ക്ലാസ്സിനും വരില്ല, ഒന്നിനും വരില്ല. മാതാജി അവിടെ കല്യാണമാണ്, പോകാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇന്നലെ എൻ്റെ മദർ ഇൻ ലോൻ്റെ സിസ്റ്റർ മരിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ക്ലാസ് എടുക്കാതിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി പോയി ഞാൻ 1:30-1:45 വന്നു. പൊതുവേ ഞാൻ മരണ വീടുകളിൽ പോകാറില്ല. പുറത്തുനിന്ന് ഞാൻ അമ്മച്ചിയെ കണ്ട് സംസാരിച്ചു, തിരിച്ചു വന്നു. കാരണം ഇന്ന് ഭഗവാന്റെ കാര്യം എനിക്ക് മുടക്കാൻ പറ്റില്ല, എടുക്കണം, എടുത്തേ പറ്റൂ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ജീവിതത്തിൽ ഭഗവാന്റെ കാര്യത്തിന് സമയം കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കണം. അപ്പം അത് ശരിയാവും. അല്ലാതെ ശരിയാവില്ല. കടമ തീർക്കാനാവരുത് ഭഗവാൻ വിളക്ക് വെക്കുന്നത്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, ശ്രവണം കീർത്തനം. അതാദ്യം മനസ്സിലാക്കൂ. ശ്രവണം. സത്സംഗം കേൾക്കുക. അനുഗ്രഹം ഉണ്ടാവും. യാതൊരു സംശയവും ഇല്ല. കുറെ വഴിപാടുകൾ കൊണ്ടുപോയി ചെയ്തു കൂട്ടിയിട്ട് കാര്യമില്ല. ഭഗവാൻ കലിയുഗത്തിൽ എങ്ങനെയാണ് ഭഗവാനെ ലഭിക്കുക എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശ്രവണം കീർത്തനം. ആദ്യം ശ്രവിക്കൂ, പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ, അദ്ദേഹത്തെ സ്മരിക്കൂ. സ്മരണം. പാദസേവനം. അദ്ദേഹത്തിന്റെ ഭക്തർക്ക് പാദസേവ ചെയ്യൂ. അദ്ദേഹത്തിന്റെ ജീവാത്മാക്കളെ സഹായിക്കൂ. അങ്ങനെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഭഗവാനെ ലഭിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് തങ്കമണി ചേച്ചി. എനിക്കൊന്ന് ഒരു 60 വയസ്സോളം ഉണ്ട്. അവരിപ്പോഴും ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം UK ഒരു മാതാജിയുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടില്ല, അവരുടെ അമ്മ. മാതാജി ഡെയിലി രാവിലെ സുംബ ക്ലാസ്സിന് പോകുന്നതാണ്. നമ്മൾ മഞ്ജരീസിൽ പ്രഭാത മഞ്ജരി തുടങ്ങിയപ്പോഴേക്കും കാലത്തെ സുംബ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതിന് വേറെ ടൈം ആക്കി. അല്ല, എനിക്ക് മാതാജി ക്ലാസ് കേൾക്കണം, എന്നിട്ട് പോകുന്നതാണ് നല്ലത്. അപ്പം എന്താ ഉണ്ടാവുക? സുംബ ചെയ്യുന്നത് എന്തിനാ? നമുക്കൊരു ആരോഗ്യം, നല്ല ഒരു വ്യായാമമൊക്കെ ലഭിച്ചു ഒന്ന് റെഡിയാവാൻ. അത് അടുത്ത സമയം ചെയ്യാം. ആദ്യം എനിക്ക് ആ ക്ലാസ് കേൾക്കണം. ഇല്ലെങ്കിൽ രണ്ടും കൂടെ ചെയ്യാനും കേൾക്കാനുള്ള ഒരു അവസരം കണ്ടെത്തും. ഇത് ഭഗവാന്റെ കാര്യങ്ങൾ ശ്രവണത്തിനൊന്നും ഒരു സമയവും ഇല്ല, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. അങ്ങനെയായാലും ഇവിടെ പറയുന്നു, ഭഗവാന്റെ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാവാതെ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ പരാജയപ്പെട്ടു പോകും. കണ്ടോ, അംബിക മാതാജി പറയുന്നു 16 മാല ജപിച്ചിട്ടാണ് വീട്ടുജോലി ചെയ്യുന്നത്. അങ്ങനെയാണ്. ഓൾറെഡി തങ്കമണി ചേച്ചിയുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പരാജയപ്പെട്ടു പോവും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാതെ വന്നാൽ, അല്ലേ? അപ്പൊ അവർക്കൊരു പ്രയാസം വന്നു. നമ്മൾ ഭഗവാനോട് പറഞ്ഞു, അടുത്ത നിമിഷം അത് ഭഗവാൻ റെഡിയാക്കി കൊടുത്തു. എങ്ങനെയാണ്? അവർ സുംബയേക്കാൾ വലുതായിട്ട് ഭഗവാനെയാണ് കണ്ടത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടം വന്നു. ആ പ്രശ്നത്തിൽ നിന്ന് ഭഗവാൻ രക്ഷപ്പെടുത്തിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും. നമ്മുടെ രാസേശ്വരി മാതാജി
എന്ത് വന്നാലും ഭഗവാന് സമയം കൊടുക്കും. അവസാനം അവർക്ക് ക്യാൻസർ വന്നു. എന്നിട്ടും ഭഗവാനെ വിട്ടില്ല. 3 കീമോയ്ക്ക് ശേഷം ഡോക്ടർ വിധി എഴുതി. ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നല്ലോ, ഇനി മരുന്നൊന്നും വേണ്ട, നിങ്ങൾ പൊക്കോളൂ, ക്യാൻസർ മാറിയെന്നും പറഞ്ഞുകൊണ്ട് ക്യാൻസറിനെ വരെ തോൽപ്പിച്ചു. എന്നാൽ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്ന പല വ്യക്തികൾക്കും ആ അസുഖത്തെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ചിന്തിച്ചു നോക്കൂ. പണം ഏറെ ഉണ്ടായിട്ടും പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഭഗവാനെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. മനുഷ്യനെ കൊണ്ട് അസാധ്യമായി പലതും ഉണ്ട്, ഭഗവാനെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. ശ്രീകലാ മാതാജി ഹെയർഫോൺ വെച്ച് ജോലി ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നെന്ത് പറയുന്നു? അതുകൊണ്ട് തങ്ങൾ എന്തുകൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നും എവിടെ നിന്ന് വന്നു എന്നും എവിടേക്കാണ് മരണത്തിന് ശേഷം പോകേണ്ടതെന്നും നമ്മൾ ചിന്തിക്കണം, അല്ലേ? അങ്ങനെ അന്വേഷിക്കുന്ന, ചിന്തിക്കുന്ന വ്യക്തികളാണ് ഭഗവത്ഗീത പഠനത്തിന് ശരിയായ വിദ്യാർത്ഥികൾ. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ വെറുതെ നിങ്ങൾക്ക് ശ്ലോകം പറഞ്ഞ് അർത്ഥം പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യവും ഇല്ല, അല്ലെ? എന്താ പറയുന്നത്? നമ്മൾ എന്തുകൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നു? നമ്മൾ എന്തുകൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നു? സുഖവും ദുഃഖവും അനുഭവകാലം. ശരിയാണ്. സർവവും കൃഷ്ണന് സമർപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂട്ടോ. 267 ആയിട്ടേ ഉള്ളൂ. നമുക്ക് 500 ആണ് കൗണ്ട്സ്. എന്നാലേ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തൂ. അതും ഏറ്റവും വലിയൊരു സേവനമാണ് ആ ചെയ്യുന്നത്. പാദ സേവനമാണ്. ഭഗവാൻ പറഞ്ഞ സേവനങ്ങളിൽ പ്രഥമ സേവനമാണത്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. എന്താ പറയുക, നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേജുകളിലേക്ക് ഷെയർ ചെയ്തിടും. അത്രയെങ്കിലും ചെയ്താൽ തന്നെ നമുക്ക് വലിയൊരു ഷെയറിങ് കിട്ടും. അപ്പൊ തന്നെ കുറെ പാവപ്പെട്ട ജീവാത്മാക്കൾ രക്ഷപ്പെടും. അതിന് നമ്മൾ കാരണക്കാരാവും. അത് തന്നെ നമ്മൾക്ക് വലിയ അനുഗ്രഹമാണ്. എന്താ പറയുന്നത്? നമ്മൾ എവിടെ നിന്ന് വന്നു, ഇനി നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലെ? എന്തുകൊണ്ട് നമ്മൾ വേദനകൾ അനുഭവിക്കുന്നു? ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത പഠിക്കാൻ ഉചിതമായിരിക്കുന്ന വ്യക്തികൾ. അമ്മ ജപിച്ചോ? അമ്മയുടെ ക്ലിക്കർ എന്ത്? എന്റെ ക്ലിക്കർ ഒന്നും എടുത്തോണ്ട് വരും. അതല്ല എൻ്റെ എടുത്തോണ്ട് പോരെ. അപ്പോൾ അത് അമർത്തല്ലേ, ഞാൻ കൗണ്ട് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഗീത പഠിക്കണതിൽ. എത്രയുണ്ട് കൗണ്ട്? ഒരു മിനിറ്റ് കേട്ടോ. 1972. ഞാൻ നോട്ട് ചെയ്തോളാം. ഇതിൽ ജപിച്ചോളൂ. പതിനാറ് മല കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഗീത പഠിക്കാൻ ഉചിതമായ വ്യക്തികൾ. അല്ലാതെ ഇന്നിൽ നമ്മൾ ആഹാ ഓഹോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളല്ല ഗീത പഠിക്കേണ്ടത്. 10 ദിവസം കൊണ്ട് ഗീത ക്ലാസ് ഉണ്ട്, 15 ദിവസം കൊണ്ട് ഗീത ക്ലാസ് ഉണ്ട്, 7 ദിവസം കൊണ്ട് ഗീത പഠിച്ച് സർട്ടിഫിക്കറ്റ് തരുന്നു. ശുദ്ധ അസംബന്ധമാണത്. എന്തിന് ആ സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് വെക്കാനോ? അവരോട് ഗീതയുടെ തത്വം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല. അങ്ങനെയല്ല ഗീത പഠിക്കേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു, അതിനെന്താണ് ഒരു പരിഹാര മാർഗം, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, ഇനി നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന വ്യക്തികൾക്കാണ് ഗീത പഠിക്കാൻ അർഹതയുള്ളത്. അമ്മ സൗണ്ടിൽ ജപിക്കൂട്ടെ, എനിക്ക് കേൾക്കണം. എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന വ്യക്തികളാണ് ഗീത പഠിക്കേണ്ടത്. അവരാണ് ഗീതാ പഠനത്തിനുള്ള ശരിയായ വിദ്യാർത്ഥികൾ. ആത്മാർത്ഥതയുള്ള ഒരു വിദ്യാർത്ഥിക്ക് എന്താ കാണിക്കണേ? അങ്ങനെയൊന്നും ചെയ്യണ്ട, നോർമലി പിടിച്ച് ചെയ്യും. ആത്മാർത്ഥതയുള്ള ഒരു വിദ്യാർത്ഥിക്ക് പരമദിവ്യോത്തമ പുരുഷനോട് അചഞ്ചലമായ ആദരവുണ്ടായിരിക്കണം, അല്ലെ? ആത്മാർത്ഥതയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഭഗവാനോട് എന്തുണ്ടാവണം? അചഞ്ചലമായ ഒരു ആദരവ്. ഇങ്ങനെ ഒരു ആദരവ്, കൃഷ്ണ അങ്ങ് തന്നെയാണെല്ലാം, അങ്ങാണെല്ലാം, അങ്ങ് മാത്രമേ ഉള്ളൂ കൃഷ്ണ. ഞാൻ ഇന്ന് ഈ നിമിഷം ഈ 7:30 മണിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനല്ല. എൻ്റെ കൈ പൊങ്ങി, എൻ്റെ നാവ് പൊങ്ങി, എൻ്റെ ശരീരം പൊങ്ങി. ഇതിന് കാരണം ആ പരമദിവ്യോത്തമ പുരുഷനാണ്.
ഇത്ര നേരവും ഞാൻ തെറ്റാതെ പറയാൻ കാരണം ഭഗവാനാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഭഗവാനാണ്. അല്ലേ? ആ പരമ ദിവ്യോത്തമ പുരുഷനോട് ഇതിനൊക്കെ ആദരവ് നമ്മൾ എപ്പോ പറയും? എപ്പോ നന്ദി പറയും? ആദ്യം ഭഗവാന് നന്ദിയാണ് അർപ്പിക്കേണ്ടത്. കൃഷ്ണ എന്നൊരു നന്ദി, ആ നന്ദി കൊടുത്തുകൊണ്ട് ജീവിതം തുടങ്ങണം. ആ ഒരു ആദരവ്, കടപ്പാട്, അത് ഭഗവാനോട് നമുക്ക് വേണം. അല്ലാതെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൂജ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വ്യക്തിത്വമല്ല ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ഗീതയിൽ വ്യക്തമായി അത് പറയുന്നുണ്ട്. അർജുനൻ ഇതുപോലെയുള്ളൊരു വ്യക്തിയായിരുന്നു. യെസ് ലാലി മാതാജി, അർജുനൻ ആദരവുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ടാണ് ഗീത ഉപദേശിച്ച് കിട്ടിയത്. ആദരവില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാന്റെ അനുഗ്രഹം കിട്ടില്ല. മനുഷ്യ ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യം മറന്നു പോകുമ്പോൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് പ്രത്യേകിച്ചും ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നുണ്ട്. അല്ലെ? നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? കുറെ രാക്ഷസന്മാരെ കൊല്ലാനാണ് ഭഗവാൻ എന്തിനു കൃഷ്ണനായി? ഭഗവാൻ കൃഷ്ണനായത് കംസനെ കൊല്ലാൻ. ഭഗവാൻ എന്തിനു നരസിംഹനെ, ഹിരണ്യകശിപുവിനെ കൊല്ലാൻ. ഭഗവാൻ എന്തിനു വാമനനായി? മഹാബലിയുടെ അഹങ്കാരം നശിപ്പിക്കാൻ. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നിരിക്കുന്നത്. അല്ല, മനുഷ്യ ജീവിതത്തിന്റെ ശരിയായ വഴി ഏതൊരു ജീവാത്മാവ് മറന്നുപോയാലും അത് തിരുത്തിക്കൊണ്ടുവരാൻ ഭഗവാൻ അവതരിക്കും. അത് ഏത് സമയത്തും സംഭവിക്കും. നമ്മുടെ ഒരു ആത്മമിത്രം, ആ മിത്രത്തിനുള്ളിലുണ്ട് ഭഗവാൻ. ഒരു തെറ്റ് നമുക്ക് സംഭവിക്കുമ്പോൾ ഭഗവാൻ അവന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ തെറ്റ് തിരുത്തി തരും. ആ വ്യക്തിയല്ല അത് ചെയ്യുന്നത്, ഭഗവാനാണ് ചെയ്യുന്നത്. പൊതുവെ നമ്മുടെയൊക്കെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെ? ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അത് ഭഗവാനാണ് തിരുത്തി തരുന്നത്. ഭഗവാൻ അവിടെ അവനിലൂടെ അവതരിച്ചിരിക്കുകയാണ് എന്ന തത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഉണരുന്ന നിരവധി മനുഷ്യജീവികളിൽ ഒരാളെങ്കിലും തന്റെ നിലയെന്തെന്നറിയാനുള്ള മനോഭാവം ആർജിച്ചേക്കാം. ഓക്കെ വത്സല മാതാജി. അപ്പോ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അപ്പോ അങ്ങനെ ഉണരുന്ന നിരവധി മനുഷ്യജീവികളിൽ അപ്പൊ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ഉണർവ് വരും. അയ്യോ, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ ഞാൻ പറഞ്ഞ തെറ്റായി പോയി. അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മളുടെ ഉള്ളിൽ വരും. അതുകൊണ്ടാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് തിരിച്ചറിവാന്നുള്ള ബോധം നമുക്ക് വേണം. അങ്ങനെ വരുമ്പോൾ ഒരാളെങ്കിലും ഞാൻ ഇന്ന് ഏത് നിലയിലാണ് നിൽക്കുന്നത് എന്നൊരു ചിന്ത നമ്മൾക്കുള്ളിൽ വരും. അയാൾക്ക് വേണ്ടിയാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെടുന്നത്, അല്ലെ? നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ ക്ലാസ്സിൽ കേട്ടിരുന്ന് ഭഗവാൻ അന്വേഷിക്കുന്നു? നിങ്ങൾക്കുള്ളിലെല്ലാം അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഭഗവാനെ അന്വേഷിക്കുകയാണ്. അത് ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഭഗവാനെ അന്വേഷിക്കുന്നത് ഭഗവാൻ കാണുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് ഭഗവത്ഗീത ഉപദേശിച്ചു കിട്ടും, അല്ലെ? അവിദ്യയാകുന്ന പുലി നമ്മളെയെല്ലാം വിഴുങ്ങുകയാണ്. അറിവില്ലായ്മ നമ്മളെല്ലാവരെയും തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അജ്ഞത, അറിവില്ലായ്മ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭഗവാൻ ജീവികളിൽ പ്രത്യേകിച്ചും മനുഷ്യരിൽ അതീവ കരുണയുള്ളവനാണ്. ഭഗവാൻ ജീവാത്മാക്കളിൽ പ്രത്യേകിച്ച് മനുഷ്യരിൽ ഭഗവാൻ എന്തോരം ജീവാത്മാക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. 84 ദശലക്ഷം കോടി ജീവാത്മാക്കളെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അവരിലൊക്കെ ഏറ്റവും കരുണ ഭഗവാൻ കാണിക്കുന്നത് മനുഷ്യവർഗത്തിനോടാണ്. ഇതിനായി ഭഗവാൻ എന്ത് ചെയ്തു? മനുഷ്യരൂപം എടുത്തിരിക്കുന്ന അർജുനനെ എങ്ങും അടുത്ത് വിളിച്ചു, ചേർത്ത് നിർത്തിയിട്ട് ഗീത പറഞ്ഞു കൊടുത്തു. ഏതെങ്കിലും പക്ഷിക്കോ മൃഗത്തിനോ ആർക്കെങ്കിലും ഭഗവാൻ ഗീത ഉപദേശിച്ചോ? ഇല്ല. മനുഷ്യനാണ് ഗീത ഉപദേശിച്ചെന്നിരിക്കുന്നത്. അതീന്ദ്രിയ രഹസ്യം. പ്രത്യക്ഷ കൃഷ്ണനാണ് ഗീത എന്ന് പറയുന്നത്. അപ്പോ ആ ഗീത നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താ പറയുന്നത്? ഭഗവാൻ കൃഷ്ണന്റെ സഹന്തത സഹചാരിയായതുകൊണ്ട് അർജുനൻ എല്ലാ അജ്ഞാനങ്ങൾക്കും ഉപരിയായിരുന്നു. നമ്മൾ ഭഗവാനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും അർജുനനെ പോലെ ആവും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരും, അത് ശരിയാവില്ല, അത് ചെയ്താൽ ശരിയാവില്ല, അത് വലിയ പ്രശ്നത്തിൽ പോയി അവസാനിക്കും എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളോട് ആരോ സംസാരിക്കും, അല്ലെ? ഇനി എന്തെങ്കിലും ഒരു നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് മുൻകൂട്ടി ഒരു മുൻവിധി കിട്ടും. ഇങ്ങനെ സംഭവിക്കും, ഇതുപോലെ വരും,
ഇന്നാൾ ഇങ്ങനെ ചെയ്യും എന്നൊരു മുൻവിധി നമ്മളുടെ ഉള്ളിൽ വരും. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്നു അർജുനൻ. അതുകൊണ്ട് അർജുനൻ അജ്ഞാനങ്ങൾക്ക് ഉപരിയായിരുന്നു, അറിവില്ലായ്മയുടെ മുകളിലായിരുന്നു. അദ്ദേഹം തികഞ്ഞ അറിവുള്ള വ്യക്തിയായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഭഗവാന്റെ സന്തത സഹചാരി ആയതുകൊണ്ട്. നമ്മളും ഭഗവാന്റെ കൂടെ തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതായത് സത്സംഗങ്ങൾ കേൾക്കുക, നാമം ജപിക്കുക, നമ്മളുടെ ജോലി ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുന്നതിനേക്കാളും മുമ്പേ ഭഗവാന്റെ കാര്യം ചെയ്തതിന് ശേഷം മറ്റു കാര്യങ്ങൾ ചെയ്യുക. നമ്മളിങ്ങനെ ഒരു സത്സംഗങ്ങൾ ഷെയർ ചെയ്ത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ ജീവിതങ്ങളെല്ലാം ഭഗവാനിലേക്ക് അടുപ്പിക്കുക. അതാണ് പാദസേവനം എന്ന് പറയുന്നത്. അല്ലാതെ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്ന വ്യക്തിയുടെ കാല് കഴുകി കൊടുക്കലല്ല പാദസേവനം. ഭഗവാനെ അറിയാത്ത ജീവാത്മാക്കളെ ഭഗവാനിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് പാദസേവനം. വിശക്കുന്നവന് മുമ്പിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അവനെ ഈശ്വരന് കാണിച്ചു കൊടുക്കുക, അവന് ഇത് ഭഗവാൻ നൽകിയ ഭക്ഷണമാണ്. ദാഹിക്കുന്നവന് വെള്ളം കൊടുത്ത് അവന്റെ ദാഹം മാറ്റി ഭഗവാനെ കാണിച്ചു കൊടുക്കുക. ഉടുക്കാനില്ലാത്തവന് വസ്ത്രം കൊടുത്ത് അവനെ ഭഗവാനെ കാണിച്ചു കൊടുക്കുക. മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവന് മരുന്ന് കൊടുത്ത് അവനെ ഭഗവാന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ പാദസേവനം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. അപ്പോ നമ്മൾക്കൊരു മുൻവിധി കിട്ടും. അജ്ഞാനത്തിന്റെ മുകളിലേക്ക് നമ്മൾ കയറും, ജ്ഞാനത്തിലേക്ക് എത്തും. അർജുനൻ അങ്ങനെയായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇന്റൻഷൻ കിട്ടും ഉള്ളിൽ നിന്ന്, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ടല്ലേ, ഇങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ പറയണ്ട, അല്ലെ അയാള് ശരിയല്ല. നമുക്കൊരു പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ലെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും അറിയാതെ നമ്മൾ പല കാര്യങ്ങളിൽ ചെന്നിട്ട് നമ്മൾ ചതിയിൽ പെട്ടുപോകും. നമ്മൾ ചതിയിൽപ്പെടാനുള്ളവരല്ല. മറ്റേത് നമ്മൾ ഭഗവാനുമായി നടക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു മുൻവിധിയോടുകൂടി ഉള്ളിൽ നിന്ന് ആരോ സംസാരിക്കും. അതാണ് ഭഗവാൻ. എങ്കിലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ അജ്ഞാനിയാക്കിപ്പെട്ടു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ അജ്ഞാനിയായിപ്പോയി. ഇങ്ങനെ ഭഗവാന്റെ കൂടെ നടന്നിട്ടും അജ്ഞാനിയായിപ്പോയി. അപ്പൊ അതെന്തുകൊണ്ടാ? ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ച് വരും തലമുറകൾക്കൊരു ജീവിത പദ്ധതി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. അതും ഭഗവാന്റെ ഒരു പ്ലാനിങ് ആണ്. ഭഗവാൻ ചിന്തിച്ചു, അർജുനന് എല്ലാ ജ്ഞാനവും കൊടുത്ത് അർജുനൻ ഇപ്പോ എന്താ പറയാ ചെന്നിട്ട് യുദ്ധമൊക്കെ ചെയ്ത് അർജുനൻ അതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഇതൊന്നും മനസ്സിലാവാതെ പോവും. അവരെല്ലാം ഇരുട്ടിലേക്ക് പോയി വീണു പോവും. അവരെല്ലാവരും ഇരുട്ടിലേക്ക് വീണു പോവും. അതല്ല, അർജുനനെ ഇപ്പോ അജ്ഞാനിയാക്കണം. എന്നിട്ട് അർജുനന് ഗീത ഉപദേശിച്ചു കൊടുക്കണം. അപ്പൊ എന്തുണ്ടാവും? വരും തലമുറകൾക്കും ഗീത മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി പറയുന്നത്, ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ച്. എത്ര കാലങ്ങൾക്ക് മുമ്പേയുള്ള ഗീതയാണ്, ചിന്തിച്ചു നോക്കൂ. ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ച് വരും തലമുറകൾക്ക്, അതായത് നമ്മളെ പോലുള്ളവർക്ക് ജീവിത പദ്ധതി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. ഭഗവാന്റെ വീക്ഷണം നോക്കണം. നമ്മളെ പോലെയുള്ള വ്യക്തിത്വങ്ങൾക്ക് ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ട് ജീവിതത്തിനൊരു പദ്ധതി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെപ്പറ്റി വിശദീകരിച്ച്, ഈ പദ്ധതി എന്താണെന്ന് വിശദീകരിച്ച് കിട്ടാൻ അർജുനൻ എന്താ ചെയ്യുന്നത്? ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ജീവിത പദ്ധതി പരിഹരിച്ചു കിട്ടാൻ അർജുനൻ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് അതിൻ പ്രകാരം പ്രവർത്തിക്കുകയും മാനവ ജീവിത ദൗത്യം പൂർത്തിയാക്കാനും പറ്റും. അർജുനൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പം എന്തുണ്ടായി? ഭഗവാൻ കൃത്യമായിട്ട് അതിന് ആൻസർ പറഞ്ഞു. ആ ആൻസർ അർജുനനും കൃഷ്ണനും മാത്രമുള്ള സംവാദമാണെന്ന് പറഞ്ഞ് പൂട്ടിക്കെട്ടി ഷോക്കേസിൽ വെക്കാനുള്ളതല്ല. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ആൻസർ ആണത്. അതിനെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ആ ഗീത പൂജിച്ചു വെക്കാനുള്ളതല്ല, എടുത്തുപയോഗിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? ഭഗവത്ഗീത വിഷയം 5 അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് ഈ അടിസ്ഥാന തത്വങ്ങൾ? ഭഗവത്ഗീതയിലെ വിഷയങ്ങള് 5 തത്വങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് 5 തത്വങ്ങൾ? ഒന്നാമതായിട്ട് ദൈവശാസ്ത്രമാണ് വിവരിക്കുന്നത്. ഭഗവത്ഗീത 7 ദിവസം കൊണ്ട് പഠിച്ചൊരു വ്യക്തിയോട് പോയിട്ട് ചോദിക്കുക, സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുന്ന വ്യക്തിയോട്, എന്തിനാണ് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചത്? ഫസ്റ്റ് ആൻസർ കിട്ടും, കുരുക്ഷേത്ര യുദ്ധം നടത്താൻ. അല്ലാതെ വരും തലമുറയ്ക്ക് ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ച്
ഒരു ജീവിത പദ്ധതി സ്വരൂപിക്കാൻ ഉണ്ടാക്കാനാണ് ഗീത ഉപദേശിച്ചതെന്ന് നല്ലൊരു വ്യക്തിയിൽ നിന്ന് വരില്ല. കാരണം എന്താണെന്നറിയോ, ഈസി വേയിൽ നമ്മൾ ഗീത പഠിക്കാൻ നോക്കരുത്, നടക്കില്ല. 7 ജന്മങ്ങൾ എടുത്താലും നമ്മൾ പഠിച്ചാൽ അത് പൂർത്തിയാവില്ല. അതാണ് ഭഗവത്ഗീത. അപ്പൊ ഇവിടെ പറയുന്നു ഭഗവത്ഗീതയില് 5 അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന്. എന്താണ് ഈ 5 അടിസ്ഥാന തത്വങ്ങൾ? ഒന്നാമതായിട്ട് ദൈവശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത് ഭഗവത്ഗീതയില്. എന്താ പഠിപ്പിക്കുന്നത്? ദൈവശാസ്ത്രം. പിന്നീട് ജീവസത്തുക്കളുടെ, അതായത് ജീവനുള്ള വ്യക്തികളുടെ ജീവന്റെ മൂലസ്വരൂപം, അതായത് ആത്മാവിനെ കുറിച്ച്. ജീവന്റെ മൂലസ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവ്. പിന്നെ ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നിയന്ത്രിതരായിരിക്കുന്ന ജീവസത്തുക്കളും, അതായത് ജീവന്മാരും താൻ സ്വതന്ത്രനാണെന്നും ആരാലും നിയന്ത്രണമല്ലെന്നും പറയുന്ന ജീവൻ ഉന്മത്തനാണ്. നമ്മൾ സ്വതന്ത്രരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. നമ്മളൊക്കെ ആത്മാക്കളാണ്, ശരീരമല്ല. ഈ ശരീരം, ഇപ്പൊ ഇന്നലെ ഞാനൊരു ഡ്രസ്സ് ഇട്ട് ക്ലാസ് എടുത്തു. ആ ഡ്രസ്സ് ഞാൻ ഇന്ന് കഴുകാനിട്ടു, അല്ലെ? ഇന്ന് ഞാൻ വീണ്ടും ആ ഡ്രസ്സ് ഇടില്ല. അതേപോലെ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഞാൻ വീണ്ടും കഴുകാനിടും മുഷിഞ്ഞാല്. ഈ ശരീരവും അങ്ങനെയാണ്. ഞാനെന്ന് പറയുന്ന ആത്മാവ്, ആ ആത്മാവ്, ഈ ശരീരം കുറച്ച് രോഗങ്ങളൊക്കെ വന്ന് നശിച്ച് പ്രായമൊക്കെ കൂടിക്കഴിയുമ്പോൾ ഈ ശരീരം അങ്ങ് ആത്മാവ് ഉപേക്ഷിക്കും. അപ്പൊ ഈ ശരീരം കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ ചെയ്തു എന്നുള്ളത് കണക്കെടുക്കും. ആ കണക്കിന്റെ ഗ്രാഫ് കുറച്ച് ഉയർന്നിട്ടാണെങ്കിൽ ആത്മാവ് വീണ്ടും ശരീരം സ്വീകരിക്കും, ഉറപ്പായിട്ടും സ്വീകരിക്കും. ഇതാണ് മനുഷ്യജീവിതം. ഇതാണ് ഒരു ജീവൻ ഇങ്ങനെയാണ്. അപ്പൊ ഈ ആത്മാവ് സ്വതന്ത്രനാണ്, ശരീരമാണ് ബന്ധനം, അല്ലെ? ആത്മാവ് സ്വതന്ത്രനാണ് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ജീവസത്ത എല്ലാ തരത്തിലും നിയന്ത്രിതമാണ്. കുറഞ്ഞ പക്ഷം ബദ്ധജീവിതത്തിലെങ്കിലും. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പരമനിയന്താവായ ഈശ്വരനും നിയന്ത്രിത ജീവസത്തകളായ ജീവന്മാരും വിഷയമാക്കുന്ന പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ചുറ്റുപാടുള്ള ഈ പ്രകൃതി. ഈ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്, അല്ലെ? പ്രകൃതിയിൽ നിന്നാണ് ദാഹത്തിന് വെള്ളം കിട്ടുന്നത്. പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ജീവവായു ലഭിക്കുന്നത്. പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് കാറ്റ് ലഭിക്കുന്നത്. പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് വെളിച്ചം ലഭിക്കുന്നത്. പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ഭക്ഷ്യയോഗ്യമായിരിക്കുന്ന വസ്തുക്കൾ ലഭിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതിക്ക് ഭഗവത്ഗീതയിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഈ പ്രകൃതിയാണ് അമ്മ, ശക്തി സ്വരൂപിണി, അല്ലെ? പിന്നെന്താ പറയുന്നത്? കാലത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരുപാട് ഇമ്പോർട്ടൻസ് കാലത്തിനുണ്ട്. ഹരേ കൃഷ്ണ സന്തോഷ് പ്രഭു. കാലത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളുടെ ഒരു 5 വയസ്സ് 6 വയസ്സായിരുന്ന കാലത്തുള്ള ചിന്തകളല്ല നമ്മളുടെ ഇപ്പോഴത്തെ ചിന്തകൾ, അല്ലേ? അപ്പോൾ ഓരോ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരും. ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. കാലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രപഞ്ചാസ്തിത്വത്തിന്റെ കാലയളവ്, അതല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയുടെ പ്രകടന കാലം. ഈ ഒരു ഭൗതിക പ്രകൃതി, നമ്മൾ പറയുന്ന ഈ പ്രകൃതിക്ക് ഓരോ കാലത്തിലും പ്രകൃതി നമ്മളെ വേറെ വേറെ രീതിയിലാണ് കാണുന്നത്, അല്ലെ? 2 വയസ്സുണ്ടാകുമ്പോൾ ഞാൻ നടന്ന പോലെയല്ല ഈ പ്രകൃതിയിലൂടെ ഇന്ന് ഞാൻ നടക്കുന്നത്. ആ കാലം എന്നെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ ആ പ്രകൃതിക്കും കാലത്തിനും ഗീതയിലും ജീവിതത്തിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കർമ്മം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. വിഷാവിഷ്കാരം വ്യത്യസ്ത കർമ്മങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അപ്പോ ഈ 5 കാര്യങ്ങൾ എന്താണ്? ആത്മാവ്, പരമാത്മാവ്, കാലം, കർമ്മം, പ്രകൃതി. നമ്മൾ ആത്മാക്കളാണ്. എവിടെ നിന്ന് വന്നു? പരമാത്മാവിൽ നിന്ന് വന്നു. ഗീത പഠിപ്പിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ആത്മാവ്, പരമാത്മാവ്, പ്രകൃതി, കാലം, കർമ്മം. നമ്മൾ ആത്മാക്കളാണ്. ആത്മാവ് വന്നിരിക്കുന്നത് പരമാത്മാവിൽ നിന്ന്. എന്നിട്ട് ഈ ആത്മാവ് പ്രകൃതിയുമായി ഇണചേർന്ന് ജീവിക്കുന്നു, അല്ലെ?
ജീവിക്കുന്ന സമയത്ത് ആ ജീവിതം ഓരോ കാലങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, അല്ലെ? കുട്ടിക്കാലത്തിനനുസരിച്ച്, യൗവനകാലത്തിനനുസരിച്ച്, അങ്ങനെ ഓരോ കാലങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നു. ആ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെ? കുട്ടിക്കാലത്തൊരു കർമ്മം ചെയ്യുന്നു, യൗവനത്തിലൊരു കർമ്മം ചെയ്യുന്നു, വാർദ്ധക്യത്തിലൊരു കർമ്മം ചെയ്യുന്നു. അങ്ങനെ ഓരോരോ ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കർമ്മങ്ങൾ തെറ്റായാൽ എന്താ സംഭവിക്കുക? പുനർജന്മം സംഭവിക്കും. ഈ കർമ്മങ്ങൾ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് ശരിയായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? മോക്ഷം ലഭിക്കും. ഇത്രയേ ഉള്ളൂ. ഗീത ഇതാണ് പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളാണ്. ആത്മാവ്, പരമാത്മാവ്, പ്രകൃതി, കാലം, കർമ്മം. ആത്മാവ് പരമാത്മാവിൽ നിന്ന് വന്നു. ആ ആത്മാവ് പ്രകൃതിയുമായി ഇണചേർന്ന് കാലത്തിനനുസരിച്ച് കർമ്മം ചെയ്യുന്നു. സിമ്പിൾ. 5 കാര്യങ്ങൾ, ഭഗവത്ഗീത പഠിപ്പിക്കുന്ന 5 കാര്യങ്ങൾ. ആ കർമ്മം, ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ മോക്ഷം ലഭിക്കും. ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണെങ്കിൽ ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കും. ജിത്തു മഹേശ്വരി മാതാജി ഗീതാദാനത്തിന് ബുക്ക് ചെയ്തു. എല്ലാ ഏകാദശിക്കും മാതാജി ഓരോ ഗീത നൽകുന്നുണ്ട് ദാനത്തിനായിട്ട്. ആരൊക്കെ ഗീത ദാനം ചെയ്യുന്നു എന്നുള്ളവരുടെ ലിസ്റ്റ് ദീപാ മാതാജി പേജിലിടും മാസാവസാനം. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ 5 കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ ജീവജാലങ്ങളും വ്യത്യസ്തമായ പല പല കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, അല്ലെ? മനുഷ്യനൊരു കർമ്മം ചെയ്യുന്നു, പുലി ഒരു കർമ്മം ചെയ്യുന്നു, ആന ഒരു കർമ്മം ചെയ്യുന്നു, പക്ഷി ഒരു കർമ്മം ചെയ്യുന്നു, പുഴുക്കൾ ഒരു കർമ്മം ചെയ്യുന്നു. ആലോചിച്ച് നോക്കിക്കേ. അപ്പോ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കർമ്മങ്ങളിലൊക്കെ ഈ ജീവാത്മാക്കൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈശ്വരൻ എന്ത്, ജീവസത്ത എന്ത്, പ്രകൃതി എന്ത്, പ്രത്യക്ഷ പ്രപഞ്ചം എന്ത്, ഇതൊക്കെ എങ്ങനെയാണ് കാലങ്ങൾ നിയന്ത്രിക്കുന്നത്, ജീവസത്തയുടെ പ്രവൃത്തികൾ എന്ത്, ഇതൊക്കെയാണ് നമ്മൾ ഗീതയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ സ്മിത മാതാജി. എന്താണ്? ഓരോരോ വ്യക്തികളും ഡിസംബറിൽ, പക്ഷെ ഗീതാ ജയന്തിയോടനുബന്ധിച്ചുള്ള ഗീതാദാനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഗീത ഓർഡർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണമെന്നാണെങ്കിൽ ഞാൻ ഗീത നിങ്ങൾക്ക് അയച്ചു തരും. അതെല്ലാം നമ്മളാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ലൈവ് ഇട്ടിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞ് ഗീത കൊടുക്കും. അത് നിങ്ങൾക്ക് കാണാനും പറ്റും, അന്നദാനം കൊടുക്കുന്നത് പോലെ. എന്നിട്ട് മാസാവസാനം ദീപാ മാതാജി ആ ഗീത തന്നവരുടെ ലിസ്റ്റ് നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഓരോ വ്യക്തികളും വ്യത്യസ്തമായ പല പല കർമ്മങ്ങളിൽ വ്യാപൃതരാണ്. അവരതിൻ്റെ അകത്ത് മുഴുകിയിരിക്കുകയാണ് പല പല കാര്യങ്ങളിൽ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈശ്വരൻ എന്താണ്? ഈ ജോലിക്കിടയിൽ ഈശ്വരൻ എന്താണ്? ജീവസത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം എന്താണ്? ഈ പ്രപഞ്ചത്തെയും ഈ ജീവസത്തെയും ജീവാത്മാവിനെയും ഈശ്വരനെയും ഒക്കെ എങ്ങനെയാണ് കാലം നിയന്ത്രിക്കുന്നത്? അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? ഈ ജീവസത്ത എന്ന് പറയുന്ന ആത്മാവിന്റെ പ്രവൃത്തി എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഗീതയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. ക്ലിയർ? ഭഗവത്ഗീതയിലുള്ള 5 അടിസ്ഥാന തത്വങ്ങളിൽ നമുക്ക് 9 മണിക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഭഗവത്ഗീതയിൽ നിന്നുള്ള 5 അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പരമപുരുഷൻ, ഭഗവത്ഗീതയിലെ 5 അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ചന്ദ്രിക മാതാജി, ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ 5 അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചു. അതിൽ പരമപുരുഷൻ, അതായത് കൃഷ്ണനെ നമുക്ക് എന്തൊക്കെ പേര് ചൊല്ലി ഗീതയിൽ വിളിക്കാന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, മുന്നോട്ട് പോകുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഗീതയിൽ ഭഗവാനെ നമുക്ക് പരമപുരുഷൻ എന്ന് വിളിക്കാം, പരമദിവ്യോത്തമ പുരുഷൻ എന്ന് വിളിക്കാം, ബ്രഹ്മം എന്ന് വിളിക്കാം, പരമനിയന്താവ് എന്ന് വിളിക്കാം, പരമാത്മാവ് എന്ന് വിളിക്കാം, പരമതത്വം എന്ന് വിളിക്കാം.
ഇതൊക്കെ നമുക്ക് ഭഗവാനെ വിളിക്കാം. അല്ലാതെ ബ്രഹ്മം ഒന്ന് ഭഗവാൻ ഒന്ന് അങ്ങനെയൊന്നുമില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. ഇങ്ങനെ എന്ത് നാമം വേണമെങ്കിലും ഗീതയിലൂടെ നമുക്ക് ഭഗവാനെ ഉപയോഗിക്കാം. സർവോത്കൃഷ്ടനാണെന്ന് ഭഗവാൻ സർവോത്കൃഷ്ടനാണ്, എല്ലാത്തിലും വെച്ച് ഉത്കൃഷ്ടനാണ്, മുകളിൽ നിൽക്കുന്നവനാണെന്ന് ഗീതയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗീത അത് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ജീവസത്തകൾ, അതായത് ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ പരമനിയന്താവിനോട് ഗുണസാമീപ്യമുള്ളവരാണ്. ഈ ഭൂമിയിലുള്ള ഏത് ജീവികൾ എടുത്തു കഴിഞ്ഞാലും അവര് ഭഗവാന്റെ ഗുണങ്ങളുമായിട്ട് സാമീപ്യമുണ്ട്. കാരണം എന്താ? പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനിൽ നിന്നാണ് ജീവജാലങ്ങളായിരിക്കുന്ന ആത്മാക്കൾ വന്നിരിക്കുന്നത്, അല്ലെ? ഇപ്പോ ഞാൻ പ്രസവിക്കുന്ന എൻ്റെ മകന് എൻ്റെ മുഖച്ഛായ കുറച്ചുണ്ടാവും, എൻ്റെ സ്വഭാവ രീതികൾ കുറച്ചുണ്ടാവും, അല്ലെ? നമ്മുടെ മക്കൾക്ക് നമ്മളുടേതായ ഗുണങ്ങളും സ്വഭാവ രീതികളും നോട്ടവും നടത്തവും ഭാവവും സംസാരവും രീതികളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതേപോലെയാണ് പരമാത്മാവിൽ നിന്ന് വന്നിരിക്കുന്ന ബിന്ദുമ്മേ കാലുമോവും കഴുകിയിട്ട് വരും. ഇതേപോലെയാണ് പരമാത്മാവിൽ നിന്ന് വന്നിരിക്കുന്ന ആത്മാക്കളായിരിക്കുന്ന ജീവജാലങ്ങൾക്ക് ഭഗവാന്റെ ഗുണവും സാമ്യവും ഒക്കെ കുറച്ച് കാണും. എല്ലാവർക്കും കാണും, കാണാതിരിക്കില്ല, എല്ലാവരിലും ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഭഗവാന് ഭൗതിക പ്രപഞ്ചത്തിലെ സർവകാര്യത്തിലും ഒരു നിയന്ത്രണമുണ്ട്. ഭഗവാൻ അറിയാം, ഇത്ര സമയമായി, സൂര്യൻ അസ്തമിക്കണം. സൂര്യൻ ഓടിപ്പോയി അസ്തമിക്കും ഭഗവാനെ പേടിച്ചിട്ട്. ഇത് മഴക്കാലമായി, മഴ കൊടുക്കണം, ഭൂമിയിൽ വെള്ളം വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഹങ്കാരികളായി മഹാമാരി കൊടുക്കണം, എങ്കിലേ പഠിക്കൂ. അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ എങ്ങനെ ശാസിച്ച് നിലയ്ക്ക് നിർത്തി നമ്മളെ നല്ല വഴിക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ ഭഗവാൻ എപ്പോഴും ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഒരു നിയന്ത്രണം വെക്കുന്നുണ്ട്. തോന്നിയ പോലെ ഭഗവാൻ അഴിച്ചിടുന്നില്ല ഈ പ്രകൃതിയെ. ഇത് ഭഗവത്ഗീതയിലെ ഇനിയുള്ള അധ്യായങ്ങളിലേക്ക് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഭൗതിക പ്രകൃതി സ്വതന്ത്രയല്ല. തോന്നിയ പോലെ അങ്ങോട്ടേക്ക് അങ്ങനെ ഭൗതിക പ്രകൃതി സ്വതന്ത്രമായിട്ടിരിക്കുന്നില്ല. ഭഗവാന്റെ കയ്യിലാണ് ആ കടിഞ്ഞാൺ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? നീലക്കുറിഞ്ഞി പൂക്കെന്ന് പറഞ്ഞാൽ അത് പൂത്തിരിക്കും. ഇന്ന് അമാവാസി എന്ന് പറഞ്ഞാൽ ഇന്ന് അമാവാസിയാണ്, യാതൊരു മാറ്റവും ഇല്ല. ചന്ദ്രൻ മറന്നു പോവില്ല. അത് ഇന്ന് വെളുത്ത വാവെന്ന് പറഞ്ഞാൽ അത് വെളുത്ത വാവാണ്. ഭൗതിക പ്രകൃതി കൃത്യമാണ്. കാരണം എന്താ? അത് നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. നമ്മളൊന്ന് ചിന്തിക്കണം ഇതേക്കുറിച്ചൊക്കെ ചില സമയങ്ങളിൽ. പിന്നെന്താ പറയുന്നത്? അത് പരമപുരുഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഭൗതിക പ്രകൃതി ഭഗവാൻ എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത്. അല്ലാതെ തോന്നിയ പോലെയല്ല ഈ പ്രകൃതി പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് പോലെ, ഭഗവാൻ എന്താ പറയുന്നത്? മായാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഭൗതിക പ്രകൃതി ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച്, ഭഗവാൻ പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? ഈ വിശ്വപ്രകൃതിയിൽ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോൾ, ഒരു അഗ്നിപർവ്വതം അങ്ങ് പൊട്ടുമ്പോൾ അത് നമുക്കൊരു അത്ഭുതമാണ്. ആലോചിച്ച് നോക്കിക്കേ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിങ്ങനെ പോവാണ്. എന്തൊരു ഭംഗി! അതൊരു ഭംഗിയാണ്, അതൊരു അത്ഭുതമാണ്. ഉദിച്ചിങ്ങനെ ഉയരുന്ന സൂര്യൻ, എന്താ ഭംഗി! അതൊരു അത്ഭുതമാണ്. എങ്ങനെയോ നമ്മൾ സയന്റിഫിക്കലി പഠിച്ചു, മേഘമുണ്ടാവുന്നു, മഴയുണ്ടാവുന്നു. ഈ മേഘം എങ്ങനെ രൂപാന്തരപ്പെടുന്നു, ഈ പൊടികൾ എങ്ങനെ ഉണ്ടാവുന്നു, ഇതൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? മഴയുണ്ടായിക്കൊണ്ടിരിക്കുന്നു, പൂക്കൾ വിരിയുന്നു. അങ്ങനെ പല 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 പ്രതിഭാസങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ കാണാം. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എന്താ പറയാ, മലകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹിമാലയം അങ്ങനെ നിൽക്കുന്നു, അല്ലേ? പല പല ഗുഹകൾ, പ്രകൃതി തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പല പല ഗുഹകൾ, പല പല ഭംഗിയുള്ള
കിളികളുടെ നാദം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കാട്ടിലൂടെ നടക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, പല 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 ശബ്ദങ്ങൾ, വെള്ളച്ചാട്ടം, ശബ്ദം, എന്തൊക്കെയൊക്കെയോ കുറെ അത്ഭുതങ്ങൾ ഈ ലോകത്ത് അല്ലേ. ഓരോ പൂമ്പാറ്റകളെയും സൃഷ്ടിച്ചിരിക്കുന്ന ഭംഗി ആലോചിച്ച് നോക്കൂ, ഓരോ പൂക്കളുടെ ഭംഗി ആലോചിച്ചിരിക്കൂ. മഞ്ഞ് പെയ്യുന്നു, ചിന്തിച്ചു നോക്കിക്കേ, മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു, നല്ല തണുത്ത കാറ്റ് വീശുന്നു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. പറയാം, സ്കന്ദഷഷ്ടിയെ കുറിച്ച് പറയാം തിലകമ്മ, തങ്കമണി ചേച്ചി പറയാം. ദാമോദര മാസം ഇപ്പൊ തുടങ്ങും, ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഈ മാസം തുടങ്ങും, ഫേസ്ബുക്കിൽ വരും ഡീറ്റെയിൽ, ഡേറ്റ് ഒക്കെ, തുടങ്ങുന്നത് അവസാനിക്കുന്നതും. ദാമോദര മാസത്തെക്കുറിച്ചുള്ള ഒരു ലൈവും വരും. അപ്പോൾ ഈ ഭൗതിക പ്രകൃതിയിൽ ഒരുപാട് അത്ഭുതകരമായിരിക്കുന്ന പല പല വിശേഷങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഒരു കാറ്, അത് ഷോറൂമിൽ നിൽക്കുമ്പോൾ കാണാൻ ഭംഗിയാണ്, അത് ഓടിക്കുമ്പോഴേ, ഒരു ഡ്രൈവർ കയറിയിരുന്ന് അതിനെ നിയന്ത്രിച്ച് ഓടിക്കുമ്പോഴേ അതിൻ്റെ സുഖം നമുക്ക് മനസ്സിലാവും. എത്ര നല്ല കാറാണെന്ന് പറഞ്ഞാലും AC ഇട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലേ. അപ്പോൾ ആ കാറ് ഒരു ഡ്രൈവർ കയറിയിരുന്ന് ഓടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നത്. അപ്പൊ അതേപോലെ ആ വണ്ടിയെ എങ്ങനെയാണോ ഒരു ഡ്രൈവർ നിയന്ത്രിക്കുന്നത്, അതുപോലെ ഈ വിശ്വപ്രകൃതിക്ക് പിന്നിൽ ഒരു നിയന്ത്രിക്കുന്ന വ്യക്തിയുണ്ട്, ഒരു നിയന്താവുണ്ട്. അത് നമ്മൾ അറിയണം. അതാണ് ഭഗവാൻ കൃഷ്ണൻ. ആ നിയന്താവില്ലാതെ ഇവിടെ ഋതുഭേദങ്ങൾ സംഭവിക്കുന്നില്ല, ഉദയാസ്തമനം സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ആ ഋതുഭേദങ്ങളെയും ആ ഉദയാസ്തമനെയും ആ കാലചക്രം തിരിക്കുന്നത് സാക്ഷാൽ കൃഷ്ണനാണെന്നുള്ള ബോധം നമുക്ക് വേണം. ഭഗവാൻ ഒരിക്കലും എക്സ്ക്യൂസ് പറയുന്നില്ല, അയ്യോ ഇന്നൊരു 5 മിനിറ്റ് താമസിച്ചു കേട്ടോ എന്ന് ഭഗവാൻ പറയുന്നില്ല. കൃത്യം 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 ഭഗവാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ. നിയന്ത്രിതമാവാതെ യാതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല. നിയന്ത്രിച്ചാലേ എല്ലാം നടക്കൂ, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. എല്ലാം അങ്ങനെ താറുമാറായിപ്പോവും. അപ്പൊ ഭഗവാൻ കൃത്യമായിട്ടുള്ളൊരു ഡ്രൈവറാണ്. എല്ലാത്തെയും നോട്ട് ചെയ്ത് കൃത്യം 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 ഒരു പോയിന്റ് പോലും മാറാതെ സകല ജീവജാലങ്ങളെയും കൃത്യമായി സൃഷ്ടിച്ച് അത് നശിക്കേണ്ട സമയമാവും നശിപ്പിച്ച് അതിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കി. ഇപ്പം നമ്മൾ പരീക്ഷയ്ക്കൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് ടീച്ചർ വിധി എഴുതും അല്ലേ. അതേപോലെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പഠിക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം. അതേപോലെ ഭഗവാൻ ഓരോ ജീവജാലങ്ങളുടെയും നാശം സംഭവിച്ചു കഴിയുമ്പം അവരുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കും. അവർക്ക് പുനർജന്മം വേണോ മോക്ഷം കൊടുക്കണമോ എന്ന് തീരുമാനിക്കും. പുനർജന്മമാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാമോദര മാസത്തെക്കുറിച്ചൊരു സ്പെഷ്യൽ ലൈവ് വരും. അപ്പൊ അങ്ങനെ 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 ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് ഭഗവാൻ നോട്ട് ചെയ്ത്, ജയ് ഗുരുദേവ്, നോട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നിയന്ത്രിക്കുന്ന നിയന്താവിനെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ എന്തിനു പറ്റും? അത് നമ്മുടെ വിഡ്ഢിത്തരമാണ് അല്ലെ. ആ നിയന്ത്രിക്കുന്ന വ്യക്തിയെ നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അത് വിഡ്ഢിത്തരമാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കയറി ഒരാൾക്കൊരു സർജറി നടത്തുകയാണ്. അപ്പം നേഴ്സുമാർ പറയാണ്, പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന, രോഗിയുടെ കൂടെ വന്ന ബൈസ്റ്റാൻഡേഴ്സിനോട് നേഴ്സുമാർ പറയണം, ഞങ്ങൾ കുറേ ഓപ്പറേഷനൊക്കെ നടത്തിയതാണ്, ഞങ്ങൾക്കറിയാം അത് ചെയ്യാൻ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും. അപ്പം നേഴ്സുമാർക്ക് നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യാൻ വിട്ടുകൊടുക്കുമോ? ഇല്ല. നമ്മൾ എന്താ പറയുക, ഡോക്ടർ ഇല്ലാതെ പറ്റില്ല, ഡോക്ടർ വേണം. കാരണം അത് നിയന്ത്രിക്കുന്നത് ഡോക്ടറാണ്. ആ ഡോക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേഴ്സുമാരെക്കാൾ കൂടുതൽ പരിഗണിക്കും ഡോക്ടേഴ്സിനെ ഇല്ലേ. ഇതേപോലെയാണ് ഗുരുവായൂരപ്പനും ദേവന്മാരും. നേഴ്സുമാരെന്ന് പറയുന്നത് ദേവന്മാരാണ്. നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ. ആ ഡോക്ടർക്ക് ഒരു വല്ലാത്തൊരു പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. ശരി ത്രിവേണിയമ്മേ, ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ ഡോക്ടറെ നമ്മൾ പരിഗണിക്കണം. നേഴ്സ് പറയുന്ന പോലെ അല്ല നമ്മൾ മരുന്ന് കഴിക്കുക, ഡോക്ടർ പറയുന്ന പോലെയാണ് കഴിക്കുക. ഡോക്ടർ പറയുന്ന കാര്യമാണ് നേഴ്സ് പറഞ്ഞു തരുന്നത്. ഡോക്ടറിനെ കാണണമെങ്കിൽ നമുക്കൊരു നേഴ്സിന്റെ റെക്കമെൻഡേഷൻ കിട്ടിയാൽ പെട്ടെന്ന് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ദേവി ദേവന്മാരെ ഉപാസിക്കുന്നത്.
അവരിലൂടെ നമുക്ക് കൃഷ്ണനിലേക്ക് എത്താം. കാരണം അവർ നമ്മളെക്കാൾ ഉയർന്ന വ്യക്തിത്വങ്ങളാണ്. എന്നാൽ അവർക്ക് പൂർണ്ണമായ കഴിവുണ്ടോ? ഇല്ല. ഡോക്ടർക്ക് മാത്രമേ പൂർണ്ണമായ കഴിവുള്ളൂ. അതുപോലെ ഗുരുവായൂരപ്പന് മാത്രമേ പൂർണ്ണതയുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഗുരുവായൂരപ്പൻ. മനസ്സിലായോ? എക്സാമ്പിളിലൂടെ പറഞ്ഞപ്പോൾ മനസ്സിലായോ? അപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ നിയന്ത്രിക്കുന്ന വ്യക്തിയെ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. ഉൾക്കൊള്ളണം. ഒരു കുട്ടിക്ക് ഒരു വണ്ടി കിട്ടിയാൽ ആ കുട്ടിക്ക് ആ വണ്ടി ഭയങ്കര അത്ഭുതമാണ്, അല്ലെ? ഒരു കുട്ടിയുടെ കയ്യിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കാറ് കൊടുത്തു. ആ കാർ ആ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. കാരണം എന്താ? കുതിരയോ ജന്തുക്കളോ ഒന്നും ഇല്ലാതെ അതിനെങ്ങനെയാ ഓടാൻ കഴിയുന്നതെന്നാണ് ആ കുട്ടി ചിന്തിക്കുന്നത്. അച്ഛൻ വലിക്കുന്നില്ല, അമ്മ വലിക്കുന്നില്ല, കുതിര വലിക്കുന്നില്ല, ജന്തുക്കൾ വലിക്കുന്നില്ല, ഒന്നും വലിക്കുന്നില്ല. പക്ഷെ ആ കാർ ഓടുന്നുണ്ട്. ആ കുട്ടി ചിന്തിക്കണം. ആ കുട്ടിക്ക് അപ്പൊ അതങ്ങനെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ്, അല്ലെ? ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നമ്മളിങ്ങനെ കൈകൊട്ടുന്ന ഒരു കുരങ്ങൻ എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ ആ കുട്ടി അത്ഭുതത്തോടെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന് മോട്ടോർ വാഹനത്തിന്റെ യാന്ത്രിക ഘടനയുടെ സ്വഭാവം അറിയാം. ആ കുട്ടിയുടെ കയ്യിൽ ഒരു കാറ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആരും ഇതാക്കാതെ ആ വണ്ടി ഓടുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതൊരു അത്ഭുതമാണ്. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അതിൻ്റെ ഉള്ളിൽ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ച് ആ യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതിനെ നിയന്ത്രിക്കാൻ ആ വ്യക്തിക്ക് അറിയാം. യന്ത്രത്തിന്റെ പിന്നിൽ അപ്പോൾ ഒരു മനുഷ്യനുണ്ട്, അല്ലെ? വെറുതെ യന്ത്രം പ്രവർത്തിക്കില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ ഒരു യന്ത്രം ഘടിപ്പിക്കും. ആ യന്ത്രത്തിന്റെ സഹായത്തിൽ ആ വണ്ടി ചലിക്കും. പക്ഷെ ആ യന്ത്രം നിയന്ത്രിക്കുന്നത് ആരാണ്? മനുഷ്യനാണ്. ചിന്തിച്ചു നോക്കണം. നമ്മളിപ്പോ ചന്ദ്രയാൻ വിക്ഷേപിച്ചു. ചന്ദ്രയാൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചന്ദ്രയാനെ അങ്ങ് നോക്കി കാണുകയാണ്. ചന്ദ്രയാന്റെ കഴിവല്ല ചന്ദ്രയാൻ പോയത്, അതിന്റെ പിന്നിലുള്ള വ്യക്തികളുടെ കഴിവാണ്. ഒരു നിയന്ത്രിക്കുന്ന വ്യക്തി അതിന്റെ പിന്നിലുണ്ട്, അല്ലേ? ഒരു നിയന്ത്രിക്കുന്ന വ്യക്തി അതിന്റെ പിന്നിലുണ്ട്. അല്ലാതെ അതിന്റെ കഴിവല്ല അത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അങ്ങ് ഓടിപ്പോയതല്ലത്. അതായത് ഡ്രൈവർ ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഡ്രൈവറിനെ കൊണ്ടേ അതെല്ലാം നിയന്ത്രിക്കാൻ പറ്റൂ, അല്ലാതെ പറ്റില്ല. അതുപോലെ പരമപുരുഷൻ എന്ന് പറയുന്ന ഗുരുവായൂരപ്പൻ സൂക്ഷ്മമായിട്ടുള്ള ഒരു ഡ്രൈവറാണ്. ആ ഡ്രൈവറാണ് കാലചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഡ്രൈവറാണ് എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഗീത മനസ്സിലാക്കി എന്ന് പറയുന്നത്? തൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ആ ഡ്രൈവറാകുന്ന പരമപുരുഷൻ പറയുന്നു പൂക്കളോട് വിടർന്നോളാൻ. അത് വിടരും. രാത്രികാലങ്ങളിൽ മുല്ല വിടരാൻ സമയമാകുമ്പോൾ പരമപുരുഷൻ പറയുന്നു വിടർന്നോളൂ. അത് വിടരും. ചിന്തിച്ചു നോക്കൂ. പുലർച്ചെ എന്നറിയാൻ പൂവൻ കോഴിക്ക് ക്ലോക്ക് നോക്കേണ്ട സമയമില്ല, ആവശ്യമില്ല. ഉണ്ടോ? നമ്മൾ അലാറം വെച്ചിട്ടു നമ്മൾ അറിയുന്നില്ല. പുലർച്ചെ ആയാൽ പൂവൻ കോഴി കൂവും. പുലർച്ചെ ആയാൽ കാക്ക കരയും. അതിനവർക്ക് ക്ലോക്ക് നോക്കേണ്ട സമയമില്ല, ആവശ്യമില്ല. സമയം നോക്കേണ്ട ആവശ്യമില്ല അവർക്ക്. പിന്നെ ആരാണ് അവർക്ക് ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ആരാണ് ഇവരൊക്കെ നിയന്ത്രിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ചിന്തിക്കണതൊക്കെ വെറുതെ നമ്മൾ കണ്ട അതും ഇത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്? ഒരു പൂമ്പാറ്റ പവിഴപ്പുറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ട സമയമാവുമ്പോൾ അത് പവിഴപ്പുറ്റിന്റെ കൂട് പൊളിച്ച് വരും. അതിനത് മാസവും നേരവും കണക്കൂട്ടി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടോ? ദിവസങ്ങൾ എണ്ണി വെച്ചിട്ടുണ്ടോ? അതിനറിയോ തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ചയാണ്, ബുധനാഴ്ചയാണെന്നില്ല. ഇത്ര ദിവസങ്ങളായെന്ന് അതിനറിയോ? ഇല്ല. നമ്മൾ പ്രസവിക്കേണ്ട സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേദന വരും. ആ സമയമാകുമ്പോൾ ഗർഭപാത്രം ഓപ്പൺ ആവും. നമ്മൾ പോയി ഓപ്പൺ ആക്കുന്നതാണോ? അല്ല. ചില സമയത്ത് നമ്മൾ എത്ര ടാബ്ലറ്റ് കൊടുത്താലും ഓപ്പൺ ആവുന്നില്ല. ടാബ്ലറ്റിനെ കൊണ്ട് ഓപ്പൺ ആക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് സമയം നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടി പുറത്തു വരും. സിസേറിയനിലൂടെ ആയാലും അത് അങ്ങനെ ആ സമയത്തേ വരേണ്ടതും ഉള്ളൂ എന്ന് ഭഗവാൻ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് ഭഗവാൻ. ജയാമ്മനെ വിളിക്കണം കേട്ടോ. ഇതാണ് ഭഗവാൻ. ആ ഭഗവാനാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്.
ആ ഭഗവാനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ജീവനെ, അതായത് ജീവസത്തകളെ, ഭഗവത്ഗീതയിൽ വരുന്ന ഇനിയുള്ള അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ജീവസത്തകൾ എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഭഗവാൻ അദ്ദേഹത്തിന്റെ വിഭിന്നാംശങ്ങളായി സ്വീകരിച്ചിരിക്കുന്നു എല്ലാ ജീവസത്തകളെയും. നമ്മൾ കാണുന്ന എല്ലാ ജീവാത്മാക്കളെയും ഭഗവാന്റെ അംശങ്ങളായിട്ട് ഭഗവാൻ ഇങ്ങനെ മാറ്റി 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 വെച്ചിരിക്കുകയാണ്. വിഭിന്നമായ വ്യത്യസ്തമായിരിക്കുന്ന ഓരോരോ അംശങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. സ്വർണത്തിന്റെ ഒരു ചെറിയ അംശവും സ്വർണം തന്നെയല്ലേ? ഒരു പൊടി, ഒരു മണ്ണിന്റെ തരിയുടെ അത്രയുള്ള ഒരു സ്വർണത്തിന്റെ അംശമാണെങ്കിൽ അത് സ്വർണമാണ്. അതുപോലെ തന്നെ ഭഗവാനാകുന്ന പരമാത്മാവിൽ നിന്ന് വന്നിരിക്കുന്ന ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. ആരും ഭഗവാന്റെ അംശമല്ലാതെ ഈ ഭൂമിയിൽ വരുന്നില്ല. അത് ഏത് രൂപത്തിൽ ജനിച്ച ജീവാത്മായാലും ശരി, ഒരു പുഴുവായാലും ശരി, അതും ഭഗവാന്റെ അംശം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഹിംസ നമുക്ക് പറഞ്ഞിട്ടില്ല, ആരെയും വേദനിപ്പിക്കാനുള്ള അനുമതി നമുക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാനെ പോയി നമ്മൾ വേദനിപ്പിക്കോ? പിന്നെ എങ്ങനെയാണ് ഭഗവാന്റെ അംശങ്ങളെ നമ്മൾ വേദനിപ്പിക്കുന്നത്? ചിന്തിച്ചു നോക്കിക്കേ. സമുദ്രജലത്തിന്റെ ഓരോ ചെറിയ തുള്ളിയും സമുദ്രമാണ് അല്ലെ? വലിയ സമുദ്രത്തിൽ നിന്ന് ഇത് മുഴുവൻ സമുദ്രമാണ് എന്ന് കരുതി അതിൽ നിന്ന് ഇങ്ങനെ ഒരു തുള്ളി ഇങ്ങനെ എടുത്തിട്ട് നാവിൽ വെച്ചാൽ ഉപ്പ് രസം ഉണ്ടാവും. അതും സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ പരമനിയന്താവായിരിക്കുന്ന ഈശ്വരന്റെ, അതായത് കൃഷ്ണ ഭഗവാന്റെ അവിഭാജ്യ ഭാഗമായതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാന്റെ ഒരു ചെറിയ ഭാഗമാണ്. എന്നാ ഭഗവാനല്ല, പൂർണ്ണതയുള്ളതാണ് ഭഗവാൻ. ഭഗവാൻ എന്ന് പറയുന്നത് കൃഷ്ണനിൽ നിന്ന് വന്ന ആത്മാക്കളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവരുടെ ഉള്ളിലും പരമപുരുഷന്റെ എല്ലാ ഗുണങ്ങളും വളരെ അതിസൂക്ഷ്മമായ അളവിൽ കാണും. ഭഗവാൻ എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങളുടെ എല്ലാം വളരെ ചെറിയ മൈന്യൂട്ടായിരിക്കുന്ന അളവിൽ നമ്മളുടെ ഉള്ളിലും ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. അതിരിക്കില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു ജീവാത്മാവ് ഈ ഭൂമിയിലില്ല. അത് മനസ്സിലാക്കണം. കാരണം നമ്മളെല്ലാം അതിസൂക്ഷ്മമായിരിക്കുന്ന ഭഗവാന്റെ ഗുണങ്ങൾ അടങ്ങിയ വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും പരസ്പരം വേദനിപ്പിക്കരുത്. അവരിലും ഈശ്വരന്റെ ഗുണങ്ങളുണ്ട്, എന്നിലുമുണ്ട്, മറ്റുള്ളവരിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നാം ഇന്ന് പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? ചന്ദ്രനിലേക്ക് ഓടിച്ചെല്ലുന്നു, ചൊവ്വയിലേക്ക് ഓടിച്ചെല്ലുന്നു, കാറ്റിനെ നിയന്ത്രിക്കുന്നു. പല പല യന്ത്ര സാമഗ്രികൾ കൊണ്ട് നമ്മൾ പ്രകൃതിയെ തന്നെ നമ്മൾ നിയന്ത്രിക്കുകയാണ്. അല്ലാത്ത സമയത്ത് മഴ പെയ്യിപ്പിക്കുന്നു. അങ്ങനെ എന്തെല്ലാം തരത്തിൽ നമ്മൾ പ്രകൃതിയെ നിയന്ത്രിക്കുന്നുണ്ട്. ബാഹ്യാകാശത്തെയും ഗ്രഹങ്ങളെയും ഒക്കെ നമ്മൾ നിയന്ത്രിക്കാൻ പോവുകയാണ്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ എന്ത് നടക്കുന്നു, ചന്ദ്രൻ അങ്ങനെ ആവുന്നു, ഗ്രഹം ഇങ്ങനെ ആവുന്നു, സൂര്യനിലേക്ക് ഇതേ ഇപ്പം എന്തോ 2050 എന്തിനൊക്കെയോ കയറ്റിവിടാൻ പോകുന്നു. ഇങ്ങനെ നമ്മൾ ഈ ഇരിക്കുന്ന ഭൗതിക പ്രകൃതിയെ പോലും നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ഈ നിയന്ത്രിക്കാനുള്ള പ്രവണതയാണ് നമുക്കുള്ളത്. അല്ലാതെ നടത്തിപ്പവകാശം നമുക്കില്ല. അത് മര്യാദയ്ക്ക് നടന്നു പോകണമെന്ന് ചിന്തിക്കുന്നില്ല. ഈ പ്രകൃതി നല്ല രീതിക്ക് നടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല. മനുഷ്യനിർമ്മിതമാണ് പ്ലാസ്റ്റിക് അല്ലേ? അത് ഉപയോഗിക്കില്ല. പക്ഷെ ആവോളം അത് ഉപയോഗിച്ചിട്ട് പ്രകൃതിയെ നശിപ്പിച്ചിട്ട് അതിനെ നിയന്ത്രിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനെ നിലനിർത്താനല്ല നമ്മൾ ശ്രമിക്കുന്നത്. ഉള്ള മരങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചിട്ട് ഓക്സിജൻ ഇല്ലാതാകുമ്പോൾ വലിയ വലിയ കുറ്റിയിൽ ഓക്സിജൻ കയറ്റി വെച്ച് പൈസ കൊടുത്ത് ഓക്സിജൻ മേടിക്കണം. ഒന്ന് രാവിലെ ആ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഉദയസൂര്യന്റെ രശ്മികൾ ഏറ്റുവാങ്ങി ആ ഉദയസൂര്യനെ വണങ്ങിക്കൊണ്ട്, നമ്മളെക്കാൾ കൂടുതൽ അനുസരണ സൂര്യഭഗവാനുണ്ട് കൃഷ്ണനോട്. നമ്മൾ കൃഷ്ണനെ പേടിയില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, തോന്നിയ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഭഗവാനെ നല്ലോണം പേടിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ആ അത്രയും വലിയ ഭക്തനെ നമ്മളൊന്ന് വണങ്ങണം. ഒരാളും ചെയ്യുന്നില്ല, വളരെ കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. ആ ആദിത്യനെ വണങ്ങാൻ പോലും തയ്യാറല്ല. എന്നിട്ട് ആ ആദിത്യന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി എന്തോ വണ്ടി വിടാൻ പോണു 2050. ആ വിടുന്നത് ആ കമ്പനിയാണെങ്കിലോ, ടൈറ്റാനിക് മുങ്ങിപ്പോയ ടൈറ്റാനിക്കിനെ കാണാൻ വേണ്ടി 5-6 ആൾക്കാരെയും കയറ്റിവിട്ട ടൈറ്റാൻ എന്ന് പറയുന്ന ആ പൊട്ടി തകർന്ന സാധനം ഉണ്ടാക്കിയ കമ്പനിയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ.
എന്നിട്ട് അത് ടൈറ്റാനിക്കിനെ കാണാൻ പോയിട്ട് അവസാനം അത് കടലിന്റെ അടിയിൽ വെച്ചിട്ട് ഫ്ലക്കെന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിത്തീർന്ന് അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ മരിച്ചു. ആ കമ്പനി തന്നെ ഇപ്പൊ സൂര്യനിലേക്ക് 2050 ഏതാണ്ടൊക്കെ ആൾക്കാരെ വിടാൻ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അതും കത്തി നശിക്കും. എന്തിനു വേണ്ടിയിട്ട് ഈ നാശങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങണം? ഭൗതിക പ്രകൃതിയിൽ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ട്. ആ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ആ പ്രകൃതിയെ ബഹുമാനിച്ച്, ആ പ്രകൃതിയെ നമ്മൾ നമസ്കരിച്ച്, ആ പ്രകൃതിയെ അമ്മയായി കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം, അല്ലേ? ആ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണം. അതിനെ നശിപ്പിച്ചുകൊണ്ടല്ല ജീവിക്കാൻ ശ്രമിക്കേണ്ടത്. പ്രകൃതിയിൽ നമ്മൾ നല്ല നല്ല ചെടികൾ വളർത്തുക, ഓക്സിജൻ ഉണ്ടാക്കിയെടുക്കുക, പ്രകൃതിയെ നശിപ്പിക്കുന്ന ചീത്ത വസ്തുക്കളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. അങ്ങനെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. അത് കൃഷ്ണനിലുള്ളത് കൊണ്ട് അത്രേ. കൃഷ്ണൻ പ്രകൃതിയെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ നമ്മളും കൃഷ്ണനെ പോലെ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. കൃഷ്ണനിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, കൃഷ്ണനാണ് അത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാന് വിട്ടുകൊടുക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക. അങ്ങനെ ഒരു ത്വരിത നമുക്ക് വരുന്നത് ഭഗവാനിൽ അങ്ങനെ ഒരു ഗുണമുള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മുടെ ത്വരിത എന്ന് പറയുമ്പോൾ കുറച്ച് കൂടിപ്പോയി. അത് നമ്മളുടെ ചിന്തകളുടെ പ്രശ്നമാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു ത്വരിത വരുമ്പോൾ അത് കുറച്ച് കൂടുതലാണ്. പിന്നെന്താ പറയുന്നത്? നമുക്ക് ഭൗതിക പ്രകൃതിയെ കീഴ്പ്പെടുത്താനുള്ള പ്രവണത ഉണ്ടെങ്കിലും നാം പരമനിയന്താവല്ലെന്ന് അറിയണം, അല്ലേ? ഭൗതിക പ്രകൃതിയെ, ഈ പ്രകൃതിനെ കീഴ്പ്പെടുത്തണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യന്മാർ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അത് ചെയ്യാനുള്ള ആഗ്രഹം മാത്രമായിട്ട് അതവിടെ കിടന്നോട്ടെ. കാരണം അത് നമ്മൾ ഭഗവാനല്ല, ഈശ്വരനല്ല, നമ്മളാണ്. നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ച് ഭഗവാനെ വണങ്ങിക്കൊണ്ട് ജീവിച്ചാൽ മതി. ഇതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അല്ലാതെ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല ഭഗവത്ഗീതയിൽ പറയുന്നത്. അത് ഭഗവത്ഗീതയുടെ ഒരു ഭാഗം മാത്രമാണ്. അത് യുദ്ധമല്ല, അത് വരും തലമുറ എങ്ങനെയാണ് ജീവിത പ്രതിസന്ധികളെ നേരിടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു അധ്യായം മാത്രമാണ്. ഓക്കെ, അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഈ ഭൗതിക പ്രകൃതി എന്ന് പഠിക്കാം. എന്താണ് ഗീതയിൽ പറയുന്ന ഭൗതിക പ്രകൃതി? അതാണ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഇഷ്ടമായോ ഇന്നത്തെ ഗീത ക്ലാസ്? ഗീത ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ? രസമുണ്ടോ ഗീത കേൾക്കാൻ? ഗീതയിലൂടെ നമുക്ക് വ്യത്യസ്തമായ അറിവുകളാണോ കിട്ടുന്നത്? നമ്മൾ കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ച മൂലകങ്ങളെ കുറിച്ചൊക്കെ ഗീതയിൽ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇനി പഠിപ്പിച്ചു തരും. ഇഷ്ടപ്പെട്ടു? ഗീത വളരെ രസകരമാണല്ലേ? വേറെ ലെവലാണ് ഗീത. എന്ത് രസമാണ് കേൾക്കാൻ, എന്ത് ഭംഗിയാണ് ഗീത കേൾക്കാൻ, അല്ലേ? ഇത്രയൊക്കെ കാര്യങ്ങൾ ഗീതയിലുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഗീത ഒരുപാട് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു, ഭഗവാനിലേക്കും പ്രകൃതിയിലേക്കും നമ്മളെ കുറച്ചും കൂടെ അടുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങണം. അതിനെന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ജയന്തി അമ്മേ, വളരെ സിമ്പിളാണ് ക്ലാസ്. ഗീത വളരെ സിമ്പിളാണ് ഗീത ക്ലാസ്. അതിനെ നമ്മൾ ആ രീതിയിൽ ഉൾക്കൊണ്ടാൽ മതി. അതിന് ഇന്ന് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മാക്സിമം പ്ലാസ്റ്റിക് നിരോധിക്കുക. ഞാനും ഇനി ഇവിടെ എന്താ പറയാ, മാല കൊണ്ടുവരുന്ന ആളിനോട് പറയാൻ പോവാണ്, നിങ്ങൾ പ്ലാസ്റ്റിക്കിൽ കൊണ്ടുവരണ്ട എന്ന്. എനിക്ക് നിങ്ങൾ പ്ലാസ്റ്റിക് ബാഗിൽ ഇനി മാല കൊണ്ടുവരണ്ട. നിങ്ങളുടെ കയ്യിൽ ഞാനൊരു തുണിസഞ്ചി കൊണ്ടുവന്ന് തരാം. ആ തുണിസഞ്ചിയിൽ നിങ്ങൾ എനിക്ക് മാല തരിക. കൊണ്ടുവരുമ്പം അടുത്ത തുണിസഞ്ചി ഞാൻ നിങ്ങൾക്ക് തരാം. അതിനുവേണ്ടി നമ്മൾ തന്നെ എന്ത് ചെയ്യാം? നമ്മളുടെ വീട്ടിൽ കുറെ കാശൊന്നും കൊടുത്തൊന്നും ചെയ്യണ്ട. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ എത്ര നമ്മൾ ഉപയോഗിക്കാത്ത തുണികളൊക്കെ ഉണ്ട്, സാരി, അങ്ങനെയുള്ള പല കോട്ടൺ സാരികളൊക്കെ ഇല്ലേ, അതെടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ 4 ഭാഗവും തയ്ച്ച് ഒരു ഭാഗം ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് അതിനെ മറിച്ചിടുക. നല്ലൊരു തുണിസഞ്ചിയായില്ലേ? നിങ്ങൾ എൻ്റെ ഹാൻഡ് ബാഗ് കണ്ടിട്ടുണ്ടോ? ബിന്ദുമ്മേ, എൻ്റെ ഹാൻഡ് ബാഗ് ഒന്ന് എടുത്തിട്ടൊന്ന്. എൻ്റെ ഹാൻഡ് ബാഗ് കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം.
പ്രകൃതിയോട് ഇണങ്ങി നമ്മൾ മാക്സിമം ജീവിക്കാൻ ശ്രമിക്കുക. പെട്ടെന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലതൊന്നും മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇതാണ് എൻ്റെ ഹാൻഡ് ബാഗ്. ഇത് ചാക്കിൻ്റെ ഒരു ഇതാണ്, കണ്ടില്ലേ? ചാക്ക് പോലത്തെയാണിത്, ചണമാണിത്. ഇത് ഭയങ്കര സുഖമാണ് നമുക്ക് യൂസ് ചെയ്യാൻ. നോക്കിക്കേ, വിലയും കുറവാണ്. നമ്മുടെ മഞ്ചരീസിലുണ്ട് കേട്ടോ ഇത്, അതും പറഞ്ഞുതരാം. കണ്ടോ, എത്ര സാധനങ്ങൾ വെക്കാം, ഒരു ചാക്ക് പോലത്തെ. കാരണം എന്താ വെച്ചാൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒന്ന് സിമ്പിളിലേക്ക് വരിക, രണ്ട് നമ്മൾ കുറച്ചും കൂടെ പ്ലാസ്റ്റിക് നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങളിൽ ഒഴിവാക്കാൻ പറ്റും ആ സാഹചര്യങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക്സ് ഒഴിവാക്കുക. ഇതിൻ്റെ ഒരു ശേഖരം തന്നെ ഞാൻ മഞ്ചരീസിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് ചെടികൾ, നല്ല ഭംഗിയുള്ള പൂക്കൾ, കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ കൊണ്ടുവയ്ക്കേണ്ട, അതൊന്നും കൊണ്ടുവയ്ക്കേണ്ട. ഇത് മാതാജി നമുക്ക് 150 റുപ്പീസ് മുതൽ മഞ്ചരീസിലുണ്ട്. 150, 250, 300 ഇങ്ങനെ സൈസിനനുസരിച്ചൊക്കെ മാറ്റി അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇതിൻ്റെ വളരെ ചെറുതുണ്ട്. മീനു മാതാജിയുടെ കയ്യിൽ ഇതിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ബാഗൊക്കെ ഉണ്ട്, ഇങ്ങനെ പേഴ്സ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങളോട് എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രകൃതിയോട് അടുക്കുകയാണ്. അതുപോലെ നമ്മളെ തവിയൊക്കെ ഇല്ലേ, തവി നമ്മൾ മാക്സിമം ചിരട്ടയുടെ തവി, ചിരട്ട പുട്ടിൽ, ചിരട്ടയുടെ ഇതിൽ തന്നെ ചെയ്യുക. ചിരട്ടയുടെ കുറേ ഐറ്റംസ് നമ്മുടെ കയ്യിൽ മഞ്ചരീസിലുണ്ട്. നേരത്തെ നമ്മുടെ ഷോപ്പിൽ വന്നവർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടാവും, ആദ്യം ഉണ്ടായിരുന്ന ഷോപ്പിൽ. ഇപ്പോഴും നമ്മൾ അങ്ങനത്തെ ഒരു കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. മാക്സിമം നമ്മൾ അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് മഞ്ചരീസിലുള്ളവരെങ്കിലും എന്ത് ചെയ്യുക? പ്രകൃതിയോട് കുറച്ച് അടുക്കാൻ ശ്രമിക്കുക. എങ്ങനെയെങ്കിലും പ്രകൃതിയോട് അടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് പബ്ലിക്കിന്, അല്ലേ? ഷോപ്പ് വരാൻ പോകുന്നു മാതാജി ഗുരുവായൂർ. പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വെള്ളം ലഭിക്കുന്നത്. ഞാനിങ്ങനെ, പിന്നെ കുപ്പിയുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്നാമത് തെരുവിൽ കിടക്കുന്നവർക്കാണ് നമ്മൾ ഈ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഈ കുപ്പി കുറച്ച് ഡേഞ്ചറാണ്. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് മറ്റെന്ത് വെള്ളം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ അങ്ങനെ ഒന്ന് കൊണ്ടുവരണം പ്ലാസ്റ്റിക് കുപ്പിക്ക് പകരം. അങ്ങനെ ഞാൻ ആലോചിക്കുകയാണ്. അതുപോലെ ലഞ്ച് കൊടുക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കവറിലാണ്, അത് മാറ്റിയിട്ട്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാക്കിംഗ് മെറ്റീരിയൽസിന് കുറച്ചും കൂടെ റേറ്റ് കൂടും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മറ്റേത് രീതിയിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ മാത്രമേ ഞാൻ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യൂ. അത് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മൾ മാറാൻ പോവാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം, അല്ലേ? പ്ലാസ്റ്റിക് കവർ തരുമ്പോൾ പറയണം അവനോട്, വേണ്ട, എനിക്ക് വേണ്ട പ്ലാസ്റ്റിക്. ഇത് നമ്മുടെ മക്കൾക്ക് ക്യാൻസർ വരുത്തുന്ന സാധനമാണ്. നമുക്കല്ല, മീൻസ് നമ്മളൊക്കെ ജീവിച്ചിപ്പോൾ ഇത്രയെന്ന് തീരാറായി എന്ന് അങ്ങനെ ആയിക്കൊണ്ട് വരുന്നു. പക്ഷെ നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ക്യാൻസർ വരുത്തും നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ. ഇപ്പം എൻ്റെ മകനൊരു കുട്ടി ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ എനിക്ക് ദുഃഖമുള്ള കാര്യമല്ലേ? ആ കുട്ടി അടുത്ത തലമുറയാണ്. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ആ കുട്ടിക്കാണ് രോഗം വരാൻ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലാവരും ഇന്ന് മുതൽ, ഗുരുവായൂർ മഞ്ചരീസിലുള്ള എല്ലാവരും ഇന്ന് മുതൽ അവനവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? കുറച്ച് ചെടികൾ വെച്ച് നട്ടെടുക്കുക. ഇപ്പം ഞാൻ വീട്ടിൽ കറിവേപ്പില വെച്ചു, അങ്ങനെയുള്ള കുറച്ച് പാളയുടെ പ്ലേറ്റ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. പക്ഷെ നമുക്കത് അങ്ങനെ തുറന്നു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഭക്ഷണം. പലരും ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം നമ്മൾ അടുത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കല്ലേ. അപ്പം അങ്ങനെ തുറന്നു വെച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ കാണണം. നമുക്ക് നോക്കാം, മഞ്ചരീസിൽ തന്നെ നമുക്ക് അതിന് വേണ്ട ഒരു സ്വയം തൊഴിൽ പദ്ധതിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ എന്തെങ്കിലും നല്ല ചെടികൾ, കുറച്ച് നമുക്ക് നിത്യോപയോഗമായിട്ടുള്ള പച്ചക്കറികൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വീട്ടിൽ കറിവേപ്പില, കിച്ചൺ സംബന്ധമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു 10 ചെടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത്
10 ചെടിയെങ്കിലും മഞ്ജരീസിലുള്ളവർ ഇന്ന് തന്നെ വെക്കണം. ഏറ്റവും കുറഞ്ഞത് 10 ചെടി. അതുപോലെ വീടുകളിൽ പ്ലാസ്റ്റിക് ചൂല് നമ്മൾ ഉപയോഗിക്കരുത്, വാങ്ങരുത് പ്ലാസ്റ്റിക് ചൂല്. പാളയുടെ ആ ഒരു ഇതില്ലേ, അത് വാങ്ങി നമ്മൾ അടിച്ചു വാരി നോക്ക്, നമ്മുടെ വീട്ടിൽ പൊടി ഉണ്ടാവില്ല, വീട് വൃത്തിയായിരിക്കും. അതുപോലെ വീട്ടിൻ്റെ മുറ്റമുള്ള വ്യക്തികളാണെങ്കിൽ കുറച്ചെങ്കിലും ചാണകവെള്ളം കുടയാൻ ശ്രമിക്കുക. ഇന്ന് എല്ലാവരും ഇന്റർലോക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ പരിണിത ഫലം എന്താണ്? മഴ പെയ്താൽ വെള്ളം താഴേക്ക് പോവില്ല, 6-8 കൊല്ലം കഴിയുമ്പോൾ അതങ്ങ് പൊട്ടും. ഇങ്ങനെ പല 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 പ്രശ്നങ്ങളാണ്. അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് ഇണങ്ങാൻ ശ്രമിക്കുക. പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന സമയത്ത് നമ്മുടെ വീടും നമ്മളും തന്നെയാണ് ആരോഗ്യമായിട്ടിരിക്കുന്നത്. പട്ടച്ചൂല്, അത് തന്നെ, പട്ടച്ചൂല് വാങ്ങി വെക്കുക. മൺചട്ടി ഉപയോഗിക്കുക കറി വെക്കാൻ. എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട്. മൺചട്ടി യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള സാധനം. അതുപോലെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ കലത്തിൽ തിളപ്പിച്ച് വെക്കണം. കലത്തിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മലയോര ദാഹശമനി, വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മലയോര ദാഹശമനി ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഏലക്ക ഇട്ടിട്ട് എന്ത് ചെയ്യണം? രാത്രി തിളപ്പിച്ച് വെച്ചാൽ രാവിലേക്ക് നല്ല വെള്ളമായി. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുക്കറിലൊന്ന് കുറച്ച് 2-3 വിസിൽ ചോറ് അടിക്കുക. എന്നിട്ട് നമ്മൾ നേരെ കലത്തിലേക്ക് ഇട്ടിട്ട് കലത്തിൽ വേവിച്ചെടുക്കുക. ചോറ് മൺകലത്തിൽ വേവിച്ചെടുക്കുക. ഭയങ്കര രുചിയായിരിക്കും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ കുറേ ജീവിതത്തിൽ മാറ്റം വരുത്തുക, പ്രകൃതിയുമായിട്ട് ഇണങ്ങുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക. പ്ലാസ്റ്റിക് വേണ്ട നമുക്ക്. അങ്ങനെ നമ്മൾ പ്രകൃതിയെ നിയന്ത്രിക്കേണ്ടത് അതിൻ്റെ സംരക്ഷണം മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസിലുള്ള എല്ലാവരും ഇന്ന് മുതൽ ചില മൈന്യൂട്ടായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മക്കളുടെ മക്കൾ ക്യാൻസർ പോലെയുള്ള വലിയ 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 ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നമ്മുടെ ജന്മം നൽകിയ മക്കളും അവരുടെ മക്കളും മഹാമാരികൾക്ക് അടിമപ്പെടും. ദയവായി ഈ ഒരു കാര്യം ഗുരുവായൂർ മഞ്ജരീസിലുള്ള എല്ലാവരും മനസ്സിൽ വെക്കുക. എല്ലാവരും ഹൃദയത്തോടു കൂടി ചേർക്കുക. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാ പവനപുരേഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ ദയവായി ഫോളോ ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. എന്ത് കാര്യം ഉണ്ടെങ്കിലും മഞ്ജരീസിലേക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്ന് രാത്രി 8:30 നമുക്ക് കൃഷ്ണയാമത്തിൽ കാണാം. ഹരേ കൃഷ്ണ.